വെബ് പരമ്പരയുടെ 1483 ദിവസം. ഇന്ന് നമ്മുടെ മലയാളം സെഷനിൽ ഒരു ചർച്ചയാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് 2 ദിവസം ഡോക്ടർ ഷാജി കുടിയാട്ട് വർഗീസിന്റെ ഒരു ക്ലാസ് 2 ക്ലാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 ക്ലാസ് ഡോക്ടർ എടുത്തിരുന്നു. അത് ആരോഗ്യമുള്ള പുതുതലമുറയ്ക്ക് മാതൃത്വത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിലാണ് 2 ദിവസം ക്ലാസ് നടന്നത്. അന്ന് നമുക്ക് സമയം അത്ര കണ്ട് കിട്ടിയില്ല, അതുകൊണ്ട് ചർച്ച സജീവമാക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ആ 2 ക്ലാസ്സും കേട്ടവർ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുത്ത് എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഡോക്ടറോട് സംവദിക്കാനുള്ള ദിവസമാണ്. എല്ലാവർക്കും ഡോക്ടറോട് അവരവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ഡോക്ടർ അതിനെല്ലാം മറുപടി പറയുന്നതായിരിക്കും. അന്ന് ദേവൻ ഡോക്ടർ ലാസ്റ്റ് വന്നപ്പോൾ അപ്പോൾ സമയം ഡോക്ടർക്ക് വേണ്ട അത്ര കൊടുക്കാൻ പറ്റിയില്ല. ഡോക്ടറും ഇതിലുണ്ടെങ്കിൽ ഇന്ന് ചർച്ചയിൽ കാര്യമായി പങ്കെടുക്കണം എന്ന് താല്പര്യപ്പെടുന്നു. അതുപോലെ എല്ലാവരെയും ഇന്നത്തെ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ചർച്ചയിൽ നമുക്ക് മറുപടി പറയുവാൻ എത്തിയിട്ടുള്ള IFPHന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ ഷാജി കുടിയാട്ട് വർഗീസിനെ ഇന്നത്തെ ചർച്ചയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചർച്ച തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇപ്പൊ നമുക്ക് ചർച്ച തുടങ്ങാം. ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ചവരും അല്ലാത്തവരും എല്ലാം ഇപ്പോഴത്തെ ഓരോ ആശങ്കകളെ കുറിച്ച് നമ്മളെ ആരോഗ്യമുള്ള പുതുതലമുറയ്ക്ക് മാതൃത്വത്തിന്റെ പ്രാധാന്യം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. അപ്പൊ അന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും ചോദിക്കാം. ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് വരിക. അതുപോലെ സമയബന്ധിതമായിട്ട് നമുക്ക് തീർക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നേരത്തെ തന്നെ സമയം ഒട്ടും മിസ്സാക്കാതെ ആദ്യം തുടക്കത്തിലേ തന്നെ ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരും. അപ്പൊ നമ്മുടെ അമ്പാടി അമ്മ വീഡിയോ ഓൺ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അമ്പാടി അമ്മയിൽ നിന്ന് തുടങ്ങാം. ഞാൻ കേട്ടു. നല്ല ഷാജി, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ശരിക്കും ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ട ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഞങ്ങൾക്കും അതെല്ലാം പ്രാക്ടിക്കലായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാനും എല്ലാം ഒരു ഇതുണ്ടായിരുന്നു. ഞാനും പല പോയിന്റ്സും ഞാനും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ നല്ലതായിരുന്നു. പിന്നെ എന്താ പറയാ, ഇനി ഓരോരുത്തരായിട്ട് അതിന്റെ ഇത് ചെയ്യട്ടെ, ഹാൻഡിൽ ചെയ്യട്ടെ. എനിക്കതിലെ ഒന്നും ഇങ്ങനെ ഒരു സംശയമായിട്ട് ഷാജിയോട് ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല. വളരെ നല്ല പ്രസന്റേഷൻ എന്ന് പറയാൻ വിമർശനങ്ങൾ എന്തെങ്കിലും തോന്നിയിരുന്നോ? എനിക്ക് വിമർശനങ്ങൾ ഒന്നും തോന്നിയില്ല. ഞാനും ശാന്തയോട് പറയായിരുന്നു, ഞങ്ങൾക്ക് അത് വളരെ നല്ല ഒന്നിൽ പോലും ഞാൻ ഒരു ഇതുപോലെ പറയാൻ അതിലൊരു സംശയം ചോദിക്കാനോ അല്ലെങ്കിൽ അതൊന്നും തോന്നില്ല. അത്രയ്ക്കും നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഓരോന്നിലും. അതുകൊണ്ട് എനിക്കൊന്നും അതിനെ പറ്റി വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. 2 ദിവസവും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഓക്കെ മാഡം, സന്തോഷം. ഓക്കെ. അപ്പൊ ഇനി അന്നത്തെ ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ വിഷയത്തിനെ കുറിച്ചോ എന്തെങ്കിലും സംസാരിക്കാൻ താല്പര്യമുള്ളവർ ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണം. അപ്പോഴേക്കും ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുന്ന സമയം വരെ അല്ലെങ്കിൽ സംസാരിക്കാൻ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുമ്പോഴേക്കും ഷാജി കുടിയാട്ട് ഡോക്ടർക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് കേൾക്കാം. ഇല്ല, ഞാന് കേൾക്കാലോ അല്ലേ? കേൾക്കാം. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എൻ്റെ ആ 2 ദിവസത്തെ പ്രസന്റേഷൻ നേരിട്ട് കേട്ടവരോ അല്ലെങ്കിൽ വീഡിയോ കണ്ടവരോ വേണം ചോദ്യങ്ങൾ ചോദിക്കാനെന്നൊരു എളിയ അഭ്യർത്ഥനയുണ്ട്. കാരണം ഞാൻ സംസാരിക്കുന്നത് ഒരു പ്രത്യേക സയന്റിഫിക് പെർസ്പെക്റ്റീവിലാണ്. ആ സയന്റിഫിക് പെർസ്പെക്റ്റീവാണ് ഞാൻ അവിടെ പ്രസന്റ് ചെയ്തത്. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഇന്നത്തെ കോമൺ സയന്റിഫിക് പെർസ്പെക്റ്റീവിൽ സംവാദിക്കാൻ വന്നാലോ ചോദ്യങ്ങൾ ചോദിച്ചാലോ ഞാൻ പറയുന്ന ഉത്തരം മനസ്സിലാകണമെന്നില്ല. അപ്പൊ ഇന്നത്തെ ലോകത്തിന്റെ കാഴ്ചപ്പാടിലൂടെയോ ശാസ്ത്ര വീക്ഷണത്തിലൂടെയോ അല്ല ഞാൻ കാര്യങ്ങളെ കാണുന്നത്. ഹോളിസ്റ്റിക് സയൻസിലും അതുപോലെ തന്നെ മനസ്സ്, ജീവശക്തി, DNA ബന്ധപ്പെടൽ എങ്ങനെയാണെന്നുള്ള തിരിച്ചറിവോടെ ഞാൻ സംസാരിക്കുമ്പോൾ
അത് കേൾക്കാതെ ഒരാള് ഇന്നത്തെ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ വന്നിട്ട് സമ്പാദിക്കാൻ വന്നാൽ തർക്കിച്ചിരിക്കാന്നേ പറ്റുള്ളൂ. അങ്ങനെ ദയവായിട്ട് തർക്കിക്കാൻ വരരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം എൻ്റെ ഉദ്ദേശം ആരെയും ചെറുത്തു തോൽപ്പിക്കുക എന്നോ തർക്കിച്ച് തോൽപ്പിക്കുക എന്നുള്ളതോ അല്ല. അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ. അതുകൊണ്ടാണ് സംവാദങ്ങളെ ഇഷ്ടപ്പെടുന്നതും. കാരണം സംവാദങ്ങൾ എപ്പോഴും അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ്. ഞാൻ ഇത് ഇന്നും പബ്ലിഷ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. കാരണം ഇത് സ്വീകരിക്കാൻ ഇന്നത്തെ ലോകം പാകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സന്ദേഹം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ലോകത്തിലെ മെയിൻ സ്ട്രീമായിട്ട് പോകുന്ന ഒരു സമൂഹത്തിന് അല്പമൊക്കെ കോൺട്രഡിക്ടറി തോന്നുന്ന വിധത്തിലുള്ള ആശയങ്ങളാണിതെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് മനുഷ്യരാശിയുടെ നന്മയ്ക്കാണെന്ന് 100% പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് ഇത് ലോകത്തോട് പറയാനുള്ള എൻ്റെ പ്രേരക ശക്തി. അപ്പൊ ഞാൻ അതിൽ അധിഷ്ഠിതമായി പറയുന്ന ആ ശാസ്ത്ര വീക്ഷണം ഉൾക്കൊണ്ട് എന്നോട് സംവാദിക്കാൻ വരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ചോദ്യങ്ങളെ ഞാൻ ഭയപ്പെടുന്നില്ല. ചോദ്യങ്ങൾ എനിക്കിഷ്ടമാണ്. എന്നിൽ തിരുത്തുണ്ടെങ്കിൽ, എന്നിൽ തെറ്റുകളുണ്ടെങ്കിൽ 100% അത് ബോധ്യപ്പെടാനും തിരുത്താനും ഞാൻ സമ്മതമാണ്. ആ ബോധ്യപ്പെടലിനാണ് ഞാൻ ഈ സംവാദത്തിന് വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സത്യസന്ധമായ വിമർശനങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ 100% സ്വീകരിക്കാനും നിങ്ങളുടെ ഏത് ചോദ്യങ്ങൾക്കും കേൾക്കാനും അതിന് എനിക്ക് യുക്തമെന്ന് തോന്നുന്ന മറുപടി പറയാനും, അല്ലെങ്കിൽ എൻ്റെ മറുപടിയിൽ എനിക്ക് മറുപടി ഇല്ലെങ്കിൽ അത് തുറന്ന് സമ്മതിക്കാനും എല്ലാം തുറന്ന മനസ്സോടെയാണ് വന്നിരിക്കുന്നതെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയാണ്. ഓക്കെ ഡോക്ടറെ, അപ്പോഴേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ പ്ലീസ്. ഇതിലൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞത് ആശയം ഒന്ന്, ഈ ഇപ്പോഴുള്ള തലമുറയിലെ ലേഡീസ് തന്നെ പലരും എന്താണ് മാതാവാൻ തന്നെ അത് നീട്ടിവെക്കുന്ന ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ആവാൻ താല്പര്യം ഇല്ലാത്തൊരു ജനറേഷൻ, അങ്ങനത്തെ ഒരു വിഭാഗവും കൂടിയുണ്ട്. അപ്പൊ ഇവരെ നമ്മളിപ്പോ അവരെങ്ങനെ നമ്മളിത് ഈ ആശയം അവരിൽ എത്തിക്കും? അല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണ്. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോകത്തോട് ഇത് പറയുക എന്നുള്ളതാണ്. ഞാൻ അതിൽ കാണുന്നത്, ഞാൻ ഈ കുറേ വർഷങ്ങളായിട്ട് ലോകം നന്നാക്കുക എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ നന്മ കാക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പല രാജ്യങ്ങളിലും എല്ലായിടത്തും അവസരം കിട്ടുമ്പോഴൊക്കെ സഞ്ചരിക്കാറുണ്ട്, ജനങ്ങളോട് സംവാദിക്കാറുണ്ട്, കോൺഫറൻസസിൽ പങ്കെടുക്കാനുണ്ട്, ഇതേ ആശയങ്ങൾ പ്രസന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലോകം നന്നാക്കാൻ പോയവരുടെ ഗതി അറിയാമോ എന്നൊരു ചോദ്യം ചോദിക്കും എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ സ്വയം ഇരുന്ന് എൻ്റെ പ്രാർത്ഥന സമയത്ത്, എൻ്റെ മെഡിറ്റേഷനിൽ ഞാൻ സ്വയം എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡു യുവർ മിഷൻ വിത്തൗട്ട് എക്സ്പെക്ടിങ് ദ റിസൾട്ട്. ഞാൻ ഈ പറയുന്നത് എന്ന് ലോകത്ത് ഫലപ്രദമാകും, മനുഷ്യരാശിയുടെ നന്മയ്ക്ക് 100% ആത്മാർത്ഥതയോടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് ലോകത്ത് സംഭവിക്കുമെന്ന് ഞാൻ നോക്കുന്നേയില്ല. അത് എൻ്റെ വിഷയമേ അല്ല. മനുഷ്യരാശിയുടെ നന്മയ്ക്ക് എന്താവണം, എന്ത് വേണമെന്ന് അവരോട് പറയുക, അത് എൻ്റെ ബുദ്ധിയിലും ദൈവജ്ഞാനത്തിലും അല്ലെങ്കിൽ പ്രകൃതിയുടെ ജ്ഞാനത്തിലും അധിഷ്ഠിതമായി അത് മനസ്സിലാക്കി, ഇന്നത്തിൻ്റെ ആ തെറ്റുകുറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ലോകത്തോട് പറയുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം, കർമ്മം. ആ കർമ്മം ഞാൻ നിർവഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇറ്റ് വിൽ കം ഇറ്റ്സ് ഓൺ ടൈം. അത് മാത്രമേ ഉള്ളൂ. അപ്പോ ഞാനിപ്പോ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നത് ഒക്കെ ഐ ഹോണസ്റ്റ്ലി ബിലീവ് വാട്ട് ഐ ഡു ഇസ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ലോകം, അപ്പൊ ഞാൻ അവിടെ കാണുന്ന എന്നെ തിരഞ്ഞു വരുന്നവര്, അത് ഒരു ചെറിയ ഒരു അനുഗ്രഹം അതിനും വേണം. കാരണം അതിന് കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ അതിലോട്ട് ഇപ്പൊ കിടക്കുന്നില്ല. അത് എൻ്റെ പബ്ലിസിറ്റി ആയി മാറും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലോട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിന്റെ പിന്നിൽ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്, അതൊക്കെ ഒരു അനുഗ്രഹമാണ്. അത് സമയത്ത് നമുക്കൊരു രോഗം വരുമ്പോൾ തന്നെ കറക്റ്റായിട്ടുള്ള ഡോക്ടറെ കണ്ടെത്താനും നമുക്ക് ആ ഡോക്ടറെ അടുത്ത് എത്തിപ്പെടാനും ആ ഡോക്ടർക്ക് അതിൻ്റെ അറിവ് ജ്ഞാനം അതിൻ്റെ കൃത്യമായിട്ട് എത്താനും ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ കർമ്മഫലത്തിൻ്റെയും ദൈവാനുഗ്രഹമെന്നോ അല്ലെങ്കിൽ പ്രകൃതിയുടെ അനുഗ്രഹം എന്നൊക്കെ പറയുന്നതിൻ്റെ ഔട്ട്കമാണ്.
അപ്പൊ അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. അപ്പൊ ഞാൻ ഈ പറയുന്നത്, ഇത് കേൾക്കേണ്ടവർ കേൾക്കാനൊക്കെ അവസരം പ്രകൃതി തന്നെ ഉണ്ടാക്കും. ഇപ്പൊ ആ എൻ്റെ മനസ്സിൽ ഈ ആശയങ്ങൾ ഉയർന്നു വന്നത് തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഉദയിച്ച ഒരു ആത്മാർത്ഥമായ ക്യാൻസറിന് എൻ്റെ ജീവിതകാലത്ത് പ്രതിവിധി കാണണം എന്നുള്ള ആഗ്രഹത്തിന്റെ ഔട്ട്കമായിട്ട് വന്നതാണ്. അത് ഓക്കെ എൻ്റെ ഡോക്ടർ. ജീവിതത്തിൽ അപ്പോഴേ ഇനി ഒരു സംശയം കൂടെ ചോദിക്കണം. അപ്പോഴേ ഈ മാതാവാകുന്നത് കൊണ്ടും അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ടും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസറോ ആണ് നമുക്ക് ഒന്ന് എന്താണ് കുറച്ച് കുറയ്ക്കാൻ പറ്റുമെന്ന് സാധിക്കുന്നത്. അത് കൂടാതെ നമുക്ക് ഇപ്പൊ ഒരുപാട് ക്യാൻസറുകൾ വേറെ ഉണ്ട്. അതൊന്നും ചിലപ്പം ഈ ഇതുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഒരുപാട് ക്യാൻസറുകൾ ഉണ്ടല്ലോ. പുരുഷന്മാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരെ ധാരാളം ഉണ്ടല്ലോ. പിന്നെ മറ്റ് ക്യാൻസറുകൾ അങ്ങനെ. അത് ഈ ഒരു ചെറിയ വിഭാഗം ആണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഈ കുറച്ച് കുറയുമെന്ന് നോക്കാൻ പറ്റുന്നത് ഈ ഒരു ഇതുകൊണ്ട്. ശൈല ഡോക്ടർ പറഞ്ഞത് അങ്ങനെയല്ല. നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വരില്ല എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. അല്ല, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നോണ്ട് കുറച്ചൊന്ന് എന്തെങ്കിലും ഒരു ചാൻസ്. ബാക്കിയോ പുരുഷന്മാരിൽ കാണുന്ന ക്യാൻസറോ? അല്ല, അത് വേറൊരു ചോദ്യമാണ്. ഞാനിത് രണ്ട് ഘട്ടമായിട്ടാണ്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ട് ക്യാൻസർ വരില്ല എന്ന് പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള ഒരു മാതാവിന്റെ ആഗ്രഹം അതൊരു മാതൃത്വത്തിന്റെ എക്സ്പ്രഷൻ ആയിട്ട് വരുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. ആ അത് ഹെൽപ്പ് ചെയ്യും. ആ മാതൃത്വമുള്ള ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ്. ആ മാതൃത്വമുള്ള സ്ത്രീത്വമാണ് സ്ത്രീയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗൻസിനെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഇനി മറ്റ് ക്യാൻസറോ എന്നുള്ളത്, ഇപ്പൊ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ കാരണത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞില്ല. അത് പറയാത്തത് കൊണ്ടാണ് ഡോക്ടർക്ക് അത് മനസ്സിലാക്കാത്തത്. ഇപ്പൊ എല്ലാ കാര്യവും ഞാൻ പറയുന്നില്ല, കാരണം അതെന്റെ ക്യാൻസർ ട്രീറ്റ്മെന്റിനെ ബാധിക്കുന്ന കാര്യവും കൂടെ. കാരണം ഇത് വിറ്റാണ് ഞാൻ എൻ്റെ പ്രൊഫഷണൽ ഫീ വാങ്ങുന്നതും ഞാൻ ഇത് ലോകത്ത് അവതരിപ്പിക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനൊക്കെയുള്ള ധനാഗമനം നടത്തുന്നതും. അത് ഒരു ചെറിയൊരു പ്രൊഫഷണൽ ഇതുണ്ട്. ഞാൻ ആർക്കും പറയില്ല എന്നൊന്നും അല്ല പറയുന്നത്. ഇപ്പൊ ഡോക്ടർ ചോദിക്കുന്നതുകൊണ്ട് പ്രോസ്റ്റേറ്റ് കാര്യത്തിന്റെ ഞാൻ പറയാം. പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നതിന്റെ ഫണ്ടമെന്റൽ റീസൺ ഈസ് ഫ്രസ്ട്രേഷൻ ആണ്. ഫ്രസ്ട്രേഷൻ ഡെവലപ്ഡ് ഫ്രം റെസ്പോൺസിബിൾ. എല്ലാ ആണുങ്ങൾക്കും പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരത്തില്ല. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആണുങ്ങൾക്ക് മാത്രമേ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുള്ളൂ. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പുരുഷൻ താൻ റെസ്പോൺസിബിൾ ആയിട്ട് നടത്തണമെന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് ആ ആഗ്രഹം നടത്താൻ പറ്റാത്ത ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ആ പുരുഷന് പ്രോസ്റ്റേറ്റ് ട്യൂമർ വരുന്നത്. പിന്നെ അത് നെഗറ്റിവിറ്റി, അത് ആദ്യം പ്രോസ്റ്റേറ്റ് ട്യൂമർ ആയിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് എ ബിനൈൻ ഗ്രോത്ത്. അതിൻ്റെ അകത്ത് പിന്നെ വളരെ നെഗറ്റീവ് ഇമോഷൻസ് കൊണ്ട് ആ മനസ്സ് പൂരിതമായി വളരെ സസ്റ്റെയിൻഡ് ആയി കഴിയുമ്പോഴാണ് ആ പ്രോസ്റ്റേറ്റ് ട്യൂമർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ ആ രോഗിക്ക് നമ്മുടെ മരുന്ന് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ രോഗിയെ ഫ്രസ്ട്രേഷനിലോട്ട് നയിച്ച കാരണങ്ങളെ കണ്ടെത്തി ബോധ്യപ്പെടുത്തി കൊടുക്കാനും ചിലപ്പോൾ അതിൽ നിന്ന് മാറ്റാൻ പറ്റുന്ന സാഹചര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുകയും ആ ഒരു അവയർനെസ്സും കൂടെ കൊടുക്കുമ്പോൾ അതേക്കുറിച്ച് കോൺഷ്യസ് ആയിട്ടൊരു കൺസേർട്ടഡ് എഫേർട്ട് എടുക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ട് മാറുന്നു. പിന്നെ 100% സാധിക്കുമെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല, കാരണം അത് ആ പേഷ്യൻറ്റും കൂടെ സെൽഫ് ഹെൽപ്പ് ചെയ്യണനുസരിച്ചിരിക്കും. ഇപ്പൊ എൻ്റെ അടുത്ത് വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞ് കേട്ടതുകൊണ്ടൊന്നും രക്ഷപ്പെടണമെന്നില്ല. അത് ഹൗ ദാറ്റ് പേഷ്യൻറ്റ് ഹെൽപ്പ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനെ കൊണ്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ മാൻ സ്പെസിഫിക് ഓർഗൻസിന് ക്യാൻസർ വരുന്നതിൻ്റെയും പിന്നിൽ പർട്ടിക്കുലർ റീസൺ ഉണ്ട്. ഓരോ ഓർഗനെയും ഓരോ ഇമോഷൻസ് ആണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ഒരു രോഗിക്ക് റൈറ്റ് ബ്രസ്റ്റിൽ മാത്രം ക്യാൻസർ വരുന്നു? റൈറ്റ് ബ്രസ്റ്റിൽ ക്യാൻസർ വന്ന രോഗിക്ക് ലിവറിലോട്ട് സ്പ്രെഡ് ചെയ്യും, ലങ്സിലോട്ട് സ്പ്രെഡ് ചെയ്യും, ബ്രെയിനിലോട്ടും ബോൺസിലോട്ടും ഒക്കെ സ്പ്രെഡ് ചെയ്യും. ലെഫ്റ്റ് ബ്രസ്റ്റിലോട്ട് സ്പ്രെഡ് ചെയ്യണമെന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ഇനി ഒബ്സർവ് ചെയ്തോളൂ. ക്യാൻസർ പേഷ്യൻസ് വരുമ്പോൾ ഒബ്സർവ് ചെയ്തോളൂ. അതിന് ആ ലെഫ്റ്റ് ബ്രസ്റ്റോട് ബന്ധപ്പെട്ട റീസൺ ഉണ്ടെങ്കിലേ അത് ലെഫ്റ്റ് ബ്രസ്റ്റ്, രണ്ട് ബ്രസ്റ്റിലും വരാം. അതുപോലെ തന്നെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ വന്നാൽ റൈറ്റ് ബ്രസ്റ്റിൽ വരണമെന്നില്ല, മറ്റു ഭാഗങ്ങളിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യാം.
അത് കീമോയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. കാരണം കീമോ ഇസ് ആൻ ഇമ്മ്യൂണോ സപ്രസൻ ദാറ്റ് ഡിസ്ട്രോയ്സ് അവർ ഓൺ ഇമ്മ്യൂണിറ്റി, സ്പ്രെഡിങ് ഇറ്റ് ഫാസ്റ്റർ. അപ്പൊ ഇതാണ് അതിന്റെ കാരണം. അപ്പോ എന്തായാലും ഇതെല്ലാം എന്റെ സംശയം ചോദിച്ചത് കൊണ്ട് ഒരു പുതിയ അറിവ് കിട്ടി. പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ല, ചോദിക്കണം. ഞാൻ പറയുന്നത് എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കണം. ഐ ആം ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഇപ്പൊ നമുക്കൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ചോദ്യം വരുമ്പോൾ ഐ ആം ഹാപ്പി ഫോർ ദാറ്റ്. അപ്പൊ ഡോക്ടർ പറയുന്നത് ഓരോ ഓർഗനിലും വരുന്ന ഏത് തരം ക്യാൻസർ ആണെങ്കിലും അതിനൊരു റീസൺ എന്താണ് റീസൺ ഉണ്ട്. റീസൺ എന്ന് പറയുമ്പോൾ അത് മാനസിക തലത്തിൽ അല്ലെങ്കിൽ ഇമോഷണൽ തലത്തിലുള്ള ഒരു റീസൺ. ഒരു മെന്റൽ ഇമോഷണൽ പ്രീഡിസ്പോസിഷൻ അവിടെ വരുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് ആ ഓർഗനിലോട്ട് അത് ചെന്ന് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. അത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ റൈറ്റ് ബ്രസ്റ്റിന്റെ കാരണം ഞാൻ പറഞ്ഞു, അത് റൈറ്റ് ബ്രസ്റ്റ് ഉള്ള ആരെ വേണമെങ്കിലും നോക്കിക്കോളൂ. 100% ഞാൻ പറയുന്നു. ഇപ്പൊ ഞാൻ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ CJ വർഗീസ് സാറ് നമ്മുടെ ഇവിടെ ഗ്രൂപ്പിൽ വന്ന് GNM പറയുന്നുണ്ട്. ആ GMന്റെ അതിൻ്റെ അകത്തും എനിക്ക് അദ്ദേഹത്തെ അറിയ പോലും ഇല്ലായിരുന്നു. ഞാനിവിടെ എൻ്റെ ഒരു റൈറ്റ് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻറ്റിന് ഫിലിപ്പീൻസിൽ ആ സ്ത്രീയോട് ഞാൻ ഇന്നതാ കാരണമെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നാണ് ഇങ്ങനെ ജർമ്മനിയിലുള്ള ഡോക്ടറും പറഞ്ഞിട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഡോക്ടർ ഹാമറിന് കേൾക്കുന്നത് തന്നെ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോ ഈ റൈറ്റ് ബ്രസ്റ്റിലെ റീസൺ എന്താ? കുട്ടി മക്കളെ കൊണ്ടാണ്. unresolved conflicts leading to toughness of mind with the men or authority figures. ഓ അത് ശരി. ഓക്കെ. അത് ഡോക്ടർ ആ ബുക്കൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ വായിക്കാൻ പോയിട്ടില്ല. ഇല്ല. ഇത് പിന്നെ എവിടുന്നാണ് ഈ അറിവൊക്കെ? ഞാനിത് കണ്ടെത്തിയത് എൻ്റെ സ്വന്തം ഒബ്സർവേഷനിൽ നിന്നും ക്ലിനിക്കൽ സ്റ്റഡീസിൽ നിന്നും ഒബ്സർവേഷനിൽ നിന്നും എല്ലാമാണ്. ഞാനിപ്പോൾ എല്ലാത്തിനും ഞാൻ കണ്ടെത്തിയിട്ടില്ല. എല്ലാ അവയവങ്ങളുടെയും കണക്ടിവിറ്റി ഞാൻ കണ്ടെത്തിയിട്ടില്ല. ഇപ്പൊ എനിക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രസ്റ്റ്, ലിവർ, കിഡ്നി, യൂട്രസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ടെസ്റ്റിക്കിൾസ്, ലങ്സ്, അതുമാതിരി കോമൺ ആയിട്ടുള്ള ഓർഗൻസിനെ നമുക്കിപ്പോൾ എനിക്കറിയാം. അതുപോലെ തന്നെ ഓരോ രോഗി വരുമ്പോഴും നമുക്കിത് കണ്ടെത്താൻ പറ്റും. ആ രോഗിയുടെ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ കേസ് എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് കറക്റ്റായിട്ട് അത് കാണാൻ പറ്റും. അങ്ങനെ ഒരു കണക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണ് അതിലോട്ട് വരുന്നത്. നമ്മളോട് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആർ സപ്പോസ് ടു ഡു ദാറ്റ് അക്കോർഡിംഗ് ടു ഡോക്ടർ ഹാനിമാൻ. ദാറ്റ് ഈസ് വെരി ഫണ്ടമെന്റൽ. നമ്മുടെ ഫണ്ടമെന്റൽ രോഗിക്ക് രോഗം വരുന്നതിന് കാരണമായ ഫണ്ടമെന്റൽ കോസസിനെ ഐഡന്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്തിട്ട് വേണം മരുന്ന് കൊടുക്കാനെന്നുള്ളതാണ് ഹാനിമാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ മരുന്ന് കൊടുക്കുന്നതിലും കറക്റ്റ് മെഡിസിൻ സെലക്ട് ചെയ്യുന്നതിനുമാണ് ഓവർ ഫോക്കസ് ചെയ്യുന്നത്. അത് പ്രയോജനം തരും. കാരണം ആ മരുന്ന് നമ്മുടെ വൈറ്റൽ ഫോഴ്സിന്റെ പ്യൂരിറ്റിയെ റീഗെയിൻ ചെയ്യിപ്പിച്ച് അവിടെ ഒരു ക്യൂർ വരുത്തും. പക്ഷേ ആ മരുന്ന് കൊടുക്കൽ നിർത്തി കഴിയുമ്പോൾ ഈ ഫണ്ടമെന്റൽ കോസസ് അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ കോസസ് വീണ്ടും വൈറ്റൽ ഫോഴ്സിനെ സൂപ്പർപോസ് ചെയ്ത് അത് വീണ്ടും വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റിക്കർ ചെയ്യുന്നത്. ഇപ്പൊ അലോപ്പതി സംഭവിക്കുന്ന അവർ ഈ കാരണങ്ങളെ തിരിച്ചറിയുന്നേ ഇല്ല. ദേ ആർ ബ്ലൈൻഡ്. അവരുടെ ഏക ടാർഗറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്യൂമറിന്റെ സൈസിനെ കുറയ്ക്കുക, അല്ലെങ്കിൽ ആ ട്യൂമറിനെ നശിപ്പിക്കുക എന്നുള്ള തെറ്റായ രീതിയിൽ ലോകത്തെ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പൊ ട്യൂമർ പോയി കഴിഞ്ഞാൽ അസുഖം മാറി എന്നുള്ള തെറ്റായ ധാരണ കൊടുക്കുന്നു. രോഗി അത് വിശ്വസിച്ചു പോകുന്നു. കുറച്ച് പേര് ബ്ലൈൻഡ് ബിലീഫ് കൊണ്ട് അങ്ങനെ വിശ്വസിച്ച് കഴിയുമ്പോൾ ആ മനസ്സിന്റെ പോസിറ്റിവിറ്റി കൊണ്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ട് അവർക്ക് റിലീഫ് കിട്ടും. പിന്നെ പ്രൊവൈഡഡ് അസുഖമൊക്കെ വന്ന് അവിടെ പല കലഹങ്ങളും വഴക്കുകളും ഒക്കെ നടന്ന നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നത് വലിയ അസുഖമൊക്കെ വന്നപ്പോഴത്തേക്കും അതൊക്കെ പാച്ചപ്പാവും അവരറിയാതെ തന്നെ. അങ്ങനെ കുറെ പേര് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളവരെ രക്ഷപ്പെടുന്ന അധികം പേരും. അല്ലാണ്ട് ഈ കീമോയൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് അധികം പേരും കീമോ എടുത്ത് ഈ ട്യൂമറിനെ നശിപ്പിക്കാൻ മാത്രമായിട്ട് പോകുന്നതുകൊണ്ടാണ് അവർ മരണത്തിലോട്ട് ഉന്തി വീണ് എത്രയും പെട്ടെന്ന് മരണത്തിന് അടിയപ്പെട്ട് നമ്മളൊക്കെ കാണുന്നതല്ലേ. നമ്മൾ വെറുതെ പറയുന്നതാണോ അത്? അപ്പൊ ഹാനിമാന്റെ കാലത്ത് ഡോക്ടർ ഹാനിമാൻ അന്നത്തെ ക്രൂരമായ അലോപ്പതി ചികിത്സ കൊണ്ടാണ് അലോപ്പതി വിട്ട് ഹോമിയോപ്പതി കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ
ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലത്ത് അതിലും ക്രൂരമാണ് അലോപ്പതി ചികിത്സ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. അവരെന്താ കാണിക്കുന്നേ? അവരന്വേഷിക്കുന്നുണ്ടോ? ഇത്രയും വർഷങ്ങൾ പഠിച്ച ഡോക്ടർമാര് അവര് കൊടുക്കുന്ന ഫിലോസഫിയും അവര് പഠിച്ച മെഡിസിനും പ്രാക്ടീസ് ചെയ്യുന്നതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഏതെങ്കിലും ലിറ്ററേച്ചർ ഗ്രാജുവേറ്റോ ഏതെങ്കിലും ഒരു എക്കണോമിക് ഗ്രാജുവേറ്റോ കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരോ ആൺപിള്ളേരോ സൂട്ടും കോട്ടൊക്കെ ഇട്ട് വന്ന് നിന്നിട്ട് അവർ ഇന്ന മരുന്ന് ഇന്ന രോഗത്തിന് ഇന്ന മരുന്നെന്ന് പറഞ്ഞു കൊടുക്കുന്ന ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്ത് അവർ അന്ധമായിട്ട് ആ പ്രോട്ടോക്കോളും അതും ഫോളോ ചെയ്യില്ല. അതിൻ്റെ റീസൺ വരെ അവർ അന്വേഷിക്കുന്നുണ്ടോ? എത്ര ക്രൂരമാണ് അവർ കാണിച്ചു കൂട്ടുന്നത്. അപ്പൊ ഇതൊന്നും ചോദിക്കാൻ നമുക്ക് വോയിസ് ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ആ വോയിസിലോട്ടൊക്കെ നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി ഒക്കെ നമ്മൾ ഇതുമാതിരി ഫോം ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാം അതിൻ്റെ ഭാഗമാണ്. വലിയൊരു തുടക്കമാണിത്. എത്രയോ വർഷങ്ങൾ, ഇപ്പോൾ 1910 ഫ്ലെക്സൺ റിപ്പോർട്ട് വന്നാണ് അലോപ്പതി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് 114 വർഷമായി അവർ ഹോമിയോപ്പതിനൊക്കെ നിരോധിച്ച് ഈ റോക്കി ഫില്ലർ മെഡിസിൻ അല്ലെങ്കിൽ ബയോകെമിക്കൽ മെഡിസിൻ എന്നും പറഞ്ഞ് അവർ ഈ ഫ്ലെക്സൺ റിപ്പോർട്ടിലാണ് അത് എഴുതി ചേർത്തത്. ബയോകെമിക്കൽ മെഡിസിൻ ഷുഡ് ബി ദ സയന്റിഫിക് മെഡിസിൻ എന്ന്. അത് ഒറ്റ കമ്മിറ്റിയാണ്. 10ാം ക്ലാസ് അധ്യാപകനായ എബ്രാഹിം ഫ്ലെക്സൺ എന്ന് പറഞ്ഞ വെറും ഒരു 10ാം ക്ലാസ് അധ്യാപകനാണ് ഈ പണി മൊത്തം പറ്റിച്ചത്. റോക്കി ഫില്ലറിന്റെയും കാർണീജിയുടെയും കമ്പനികളുടെ പൈസയുടെ ആധിപത്യം കൊണ്ട് അവരുടെ ആ പണം മൂപ്പ് കൊണ്ട് അവരൊരു ഏകാംഗ കമ്മീഷനെ വെച്ച് ആ കമ്മീഷനെ കൊണ്ട് ഇന്ന വേണമെന്ന് എഴുതിപ്പിച്ച് അത് രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് അവിടെ നടപ്പാക്കി. അതാണ് ഇന്നും ലോകത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ലോകത്തെ ബോധ്യപ്പെടുത്തണ്ടേ? നമ്മളല്ലേ അതിന് ഉത്തരവാദിത്തപ്പെട്ടവര്? അത് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം. നമ്മളത് ലോകത്തെ ബോധ്യപ്പെടുത്തണം. അലോപ്പതി ഡോക്ടർമാരത് പഠിക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ ഈ ഒരു ഊടായ്പാണ് ഈ ലോകത്ത് ഇങ്ങനെ ഇരിക്കണേന്നുള്ളത്? അവര് പഠിക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു. ഇതിൽ കവിഞ്ഞ് ഒന്നുമില്ല എന്നുള്ള മിഥ്യാധാരണ അവർക്ക് കൊടുക്കുന്നു. ഹോമിയോപ്പതി അവരിപ്പോ ഹോമിയോപ്പതി പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ 2 മണിക്കൂർ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും വേണ്ടാന്ന് വാശി പിടിക്കുന്ന കാര്യം എന്താ? സത്യം അറിഞ്ഞാൽ അവരുടെ നിലം പറ്റി വീഴും അവർ. അതാണ് കാര്യം. അപ്പൊ അത് കവർ ചെയ്ത് ഇത്രയും നാൾ കൊണ്ടുപോയി. ഇപ്പൊ ലോകത്ത് നടക്കുന്നത് വലിയൊരു നവോത്ഥാനവും ഒരു പുതിയ ലോകക്രമത്തിലോട്ട് പ്രകൃതി തന്നെ ട്രാൻസ്ഫോം ചെയ്ത് എത്തുന്നതാണ്. അതിനെ ആ സമയത്ത് നമ്മൾ ഏകാഗ്രതയോടെ ഒറ്റ മനസ്സോടെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായിട്ട് ഒറ്റക്കെട്ടായിട്ട് കൈകോർത്ത് വെച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ നന്മയ്ക്ക് വേണ്ടിയുള്ള വലിയ ലോകക്രമം രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. പ്രൂഡന്റ് ആയിരിക്കണം നമ്മൾ വേറെ ആരെയും നശിപ്പിക്കാൻ പോകുന്നില്ല. തിന്മയുടെ ശക്തികൾ നശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യണം. അത് പ്രകൃതി തന്നെ ചെയ്തോളും. നമ്മൾ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ദേവൻ ഡോക്ടറൊക്കെ ഉണ്ട്. ദേവൻ ഡോക്ടറൊക്കെ എന്താണ് ഇതിനകത്തുണ്ട്, ആക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ ശൈല. ഷാജി പറഞ്ഞത് 101% നല്ല ശരിയാണ് ഷാജി. കർമ്മണ്യവാധികാരസ്ഥേന ഫലേഷു കഥാചന എന്നാണ് ഗീത പറയുന്നത്. നീ ചെയ്യാനുള്ള കർമ്മം ചെയ്യുക, അതിന്റെ ഫലം നല്ലതാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഫലം ഒരിക്കലും ഒരു ഇത് നന്മയുടെ ഇത് നാമ്പ് കിളിർക്കാതിരിക്കില്ല. പക്ഷെ അത് ഇന്നല്ലെങ്കിൽ നാളെ. അതുപോലെ തന്നെ റൈറ്റ് ബ്രസ്റ്റിന് വരുന്നത് അച്ഛനോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ അല്ലെങ്കിൽ മകനോടോ ഉള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവിടെ വരുന്നത്. അതോറിറ്റി ഫിഗർ. അതിന്റെ ഒരു കാര്യോടെ ഉണ്ട് മാഡം. അതായത് ഇപ്പൊ ഒരു കന്യാസ്ത്രീ മഠത്തില് സിസ്റ്റേഴ്സിന് ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ വരാറുണ്ട്. അപ്പൊ അത് അവിടെ ആണുങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആണുങ്ങളോട് ഫൈറ്റ് ചെയ്താൽ മാത്രമല്ല, അവിടുത്തെ അതോറിറ്റി ഫിഗേഴ്സ്, അവിടുത്തെ മദർ പ്രയോറിസിനോട് ഫൈറ്റ് ചെയ്താലും അങ്ങനെ ഉണ്ടെങ്കിലും വരും. അത് തന്നെ. അതുപോലെ ലെഫ്റ്റ് ആണെങ്കിൽ അതോറിറ്റി ഫിഗർ ആണ് അവിടെ വരുന്നത്. അതാണ് സുപ്പീരിയർ ടു us, അവരോടുള്ള കോൺഫ്ലിക്റ്റ്. അതാണ് ഓപ്പോസിറ്റ് ജെൻഡർ. അതാണ് എന്റെ ഒരു ഇത് വരുന്നത്. ഓപ്പോസിറ്റ് ജെൻഡർ തന്നെ ആയിക്കണമെന്നില്ല, അതോറിറ്റി ഫിഗറിനും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഫിലിപ്പീൻസിൽ ഇവിടുത്തെ റിലീജിയസ് ഓർഗനൈസേഷന്റെ കൺസൾട്ടന്റ് കൂടിയാണ്. ഇവിടെ ഒരു കാത്തലിക് കൺട്രിയാണ്. അപ്പോൾ ഇവിടുത്തെ നൺസൊക്കെയാണ്, ഇവിടുത്തെ കന്യാസ്ത്രീകളൊക്കെയാണ് എന്നെ ഇവിടെ നിൽക്കാനായിട്ട് ഇൻസ്പയർ ചെയ്തതും എന്നെ ഇവിടെ
നിൽക്കണമെന്നും പറഞ്ഞ് ഇവിടുത്തെ പ്രസിഡന്റിന് എഴുത്തെഴുതി എനിക്ക് ഇവിടെ നിൽക്കുന്നതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നു. അപ്പോൾ അവരുടെ ആ മഠങ്ങളിലൊക്കെ ഇപ്പോൾ കന്യാസ്ത്രീകളുടെ ഇടയിലൊക്കെ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറും യൂട്രൈൻ ട്യൂമേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പണ്ടത് ഒരിക്കൽ പോലും ഇല്ലായിരുന്നതാണ്. കാരണം ഈ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ സ്വാധീനിച്ചിരിക്കുന്നത് ഒന്ന് കത്തോലിക്ക സഭ വഴിയാണ്. ഞാനൊരു കത്തോലിക്ക വിശ്വാസി ആയിരുന്നത് കൊണ്ട് എനിക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഞാനിപ്പോ ദൈവവിശ്വാസത്തിലുണ്ട്, പക്ഷെ അല്ല, അതുകൊണ്ട് ഈ കന്യാസ്ത്രീകൾക്ക് എങ്ങനെ വരുന്നു ഡോക്ടറെ? അല്ല അത് അവിടെ gender- അത് ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതല്ല. കാരണം ദേ ആർ ഓൾ ഗുഡ് പീപ്പിൾ. നമ്മളിത് അറിയുന്നില്ല, നമ്മൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് അങ്ങോട്ട് ചെന്ന് വീഴുകയല്ല. അവിടെയൊക്കെ ഒത്തിരി കോൺഫ്ലിക്ട്സ് ഉണ്ട്. തീർച്ചയായിട്ടും. നമ്മളീ കാണുന്നത് പോലെ അവരൊക്കെ ദൈവത്തിന്റെ നന്മയിൽ ജീവിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണെങ്കിലും അവരൊക്കെ മനുഷ്യരാണ് മാഡം. അവിടൊക്കെ വെറും സാധാ മനുഷ്യരല്ലേ അവരെ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളിൽ പെട്ടു. പിന്നെ ഇന്നത്തെ ലോകം ഈസ് വെരി കൺഫ്യൂസിങ്. ഇന്നൊരു ലോകം മൊത്തം ഒരു കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ പണ്ട് നമ്മൾ ഓരോ സംസ്കാരങ്ങൾക്കും ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഒരു വലിയ സമുദ്രം, വലിയ പർവ്വതം, ഒരു ലിമിറ്റഡ് ആയിരുന്നു. അതിൻ്റെ ആ ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുമായിരുന്നു. ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ബൗണ്ടറികളൊന്നുമില്ല. ലോകം മൊത്തം ഒരു ചെറിയ ലോകമായിട്ട് മാറി. ഇപ്പൊ ഫിലിപ്പീൻസിൽ ഇരിക്കുന്ന ഞാനാണ് ലോകത്തിന്റെ ഓരോ ഭാഗത്തിരിക്കുന്ന മലയാളികളായ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നത്. ലാംഗ്വേജ് പ്രശ്നമല്ല, കാരണം ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ അപ്പം തന്നെ ഇംഗ്ലീഷിലൊക്കെ ആക്കുന്നതിനുള്ള സെറ്റപ്പ് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാനൊന്ന് എഴുതി കഴിഞ്ഞാൽ അത് വേറൊരു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അപ്പം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വോയിസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വരെ നമുക്കിവിടെ ടെക്നോളജി ആയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ബിക്കെയിം വെരി എന്താണ് ഒരു നല്ലൊരു പരിധി വരെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് ഫിലിപ്പീൻസ് ഇരിക്കുന്ന ഞാൻ നാളെ വേറെ ഏത് രാജ്യത്തും പോയിരിക്കാം. നമ്മുടെ തന്നെ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ലോകത്തെല്ലാം നടക്കുന്ന കാര്യങ്ങളെ അറിയാൻ പറ്റും. അപ്പൊ അവിടെ നമ്മൾ ഇന്ത്യയിൽ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യമല്ല ഫിലിപ്പീൻസിൽ ശരി, ഫിലിപ്പീൻസ് ശരിയെന്ന് വിശ്വസിക്കുന്നതല്ല യൂറോപ്പിൽ ശരി, യൂറോപ്പിൽ ശരിയെന്ന് വിശ്വസിക്കുന്നതല്ല വേറൊരു രാജ്യത്ത് ശരി. അപ്പൊ ഇതെല്ലാം കൂടെ വന്ന് മിക്സപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ് ശരിക്കുള്ള ശരി, ഏതാണ് ശരിക്കുള്ള തെറ്റെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കൺഫ്യൂസ്ഡ് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ എൻഹാൻസ് ചെയ്യുന്ന, ആ കൺഫ്യൂഷൻ വർദ്ധിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ കൂടുതൽ കൺഫ്യൂഷൻ വരുത്തുന്നതുമായ പഠനക്രമമാണ് നമ്മളെ കൊണ്ട് ലോകം മൊത്തം പഠിപ്പിക്കുന്നത്. ഈ നമ്മൾ കാണുന്ന പോലെ കേരളത്തിലെ ഈ കരിക്കുലം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കേരളത്തിലുള്ള മന്ത്രിമാരോ ഒന്നുമല്ല. കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ളവർക്ക് അതിനൊന്നും ഒരു ഇതില്ല. വളരെ ചെറുതായിട്ടുള്ള ഒരു റോള് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ആഗോള ശക്തികളാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ അജണ്ടയുണ്ട്, അവർക്ക് പ്രത്യേക താല്പര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ ഇപ്പൊ പബ്ലിക് ഹെൽത്ത് ബില്ല് എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം വന്നത്? അപ്പൊ ഞാൻ നമ്മുടെ കൂടെയുള്ള ഡോക്ടർമാരോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്കാർക്കും ഒന്നും കേൾക്കണ്ട. കാരണം അവർക്കിപ്പോ ഇവിടെ ലോക്കൽ കുറച്ച് സ്വാധീനമുണ്ട്, അതിൻ്റെയൊക്കെ ഇപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ശരിയാക്കാന്നുള്ള ധാരണയിൽ അതൊന്നും അങ്ങനെ എളുപ്പം സാധിക്കണം. ഞാൻ അതിന് തടസ്സം നിൽക്കുന്നില്ല, കാരണം അത് സാധിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവരൊക്കെ നല്ല മനുഷ്യരാണ്. പക്ഷെ അവരൊക്കെ അവരുടെ മേലിലൊക്കെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുണ്ട്, അവർക്കും ചില മിഥ്യാധാരണകളുണ്ട്. സായിപ്പ് പറഞ്ഞാലേ ശരിയാവുള്ളൂ, ഇവർക്ക് എന്തറിയാന്നുള്ള ധാരണയിൽ അവരിയ്ക്കുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഫോർട്ടിഫൈഡ് ഫുഡ് ഇറക്കുന്നു. പ്രധാനമന്ത്രി ഏതോ ഒരു റിപ്പബ്ലിക് ഡേയിലോ സ്വാതന്ത്ര്യദിനത്തിലോ എന്നോ ചെങ്കോട്ടയിൽ നിന്നാണ് പറഞ്ഞത് ഈ ഫോർട്ടിഫൈഡ് ഫുഡ് രാജ്യത്തിന്റെ നന്മയ്ക്ക് നമ്മൾ ഇറക്കുവാന്ന്. അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ ഫോർട്ടിഫൈഡ് അരിയൊക്കെ ഉണ്ടാക്കുന്നത് വൻ ചതിയാണ്. ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് എന്തെന്ന് നമ്മുടെ ലാബിലൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല ടെസ്റ്റ് ചെയ്യേണ്ടെന്ന്. അവരെന്തൊക്കെ അതിലൂടെ തരുന്നുണ്ടെന്നും ഇപ്പം തരുന്നില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തരാൻ സാധിക്കുന്ന രീതിയിലോട്ട് അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. അവരുടെ കയ്യിലാണ് കളി. ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വൈറ്റമിനെയും ഒന്നുമല്ല നമുക്ക് ഈ ഫോർട്ടിഫൈഡ് ആയിട്ട് തരുന്നത്. ഒരു നെതർലാൻഡ്സ് കമ്പനിയിൽ നിന്ന്, അത് ലോകം മൊത്തം അവരാണ് ചെയ്യുന്നത്. ഈ നെതർലാൻഡ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തികൾ പണ്ടേ കീഴ്പ്പെടുത്തി അവർക്ക് അടിമപ്പെടുത്തി വെച്ച് നശിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ സ്വതന്ത്ര ചിന്തകളും നന്മയും ഒക്കെ, അവിടെ പള്ളികളും ഒക്കെ ഇന്ന് ബാറുകളാണ്. പണ്ട് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന വിശുദ്ധ സ്ഥലങ്ങളൊക്കെ ഇന്ന് അഴിഞ്ഞാട്ടത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു ഒരു പല രീതിയിലുള്ള വേറെ രീതികളുടെ സംഭവമായി മാറിക്കഴിഞ്ഞു. ഇതൊക്കെ ചുമ്മാ നടക്കുന്നതല്ല. ചില കുൽസിത
ശക്തികള് ഇതൊക്കെ ഇന്റൻഷണൽ ആയിട്ട് ചെയ്യാൻ നമ്മുടെ കേരളവും അങ്ങനെ മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കുടുംബങ്ങളെ തകർക്കുക എന്നുള്ളത്, ഡിസോർഡർ ഡോക്ടർ, ഉണ്ടാക്കുക എന്നുള്ളത്. ഞാൻ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദിക്കാൻ ഒന്നും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഓക്കെ, ക്ഷണിച്ചുകൊണ്ടിരിക്കണം. ചോദിക്കട്ടെ. ഓക്കെ. നമസ്കാരം ഡോക്ടറെ. ഡോക്ടർ ആ, അനിൽകുമാർ. അനിൽകുമാർ പറയൂ ഡോക്ടർ. ഡോക്ടർ സംസാരിച്ചോളൂ. ഷാജി ഡോക്ടർ പറഞ്ഞതിനോട് നേരത്തെ രമചേച്ചി പറഞ്ഞ പോലെ 101% ഞാൻ യോജിക്കുന്നു. ഇപ്പൊ ഈ ക്യാൻസർ കേസുകളില് എന്റെ ഒരു അനുഭവം 80% കേസും കോൺഫ്ലിക്റ്റ് ആണ്, ഡിഫറെന്റ് കോൺഫ്ലിക്ട്സ്. പിന്നെ ഇപ്പോഴത്തെ വരുന്നതിലൊരു 10 to 20% വരെ നമ്മുടെ ഈ വാക്സിനും ഉണ്ട്, കോവിഡ് വാക്സിൻ. കോവിഡ് വാക്സിൻ ഒരു വലിയ റോളാണ്. കാരണം വെച്ചാല് ഒരു സൈഡ് സ്ട്രോക്ക്, ക്ലോട്ട്, കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് ക്യാൻസർ വരിക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്റെ ഒരു ഒബ്സർവേഷനിൽ ശ്രദ്ധയപ്പെട്ടു. ഷാജി ഡോക്ടർക്ക് ശ്രദ്ധയപ്പെട്ട് കാണും. അപ്പൊ ഇത് വേണ്ടിയിട്ടാണ്. അതെ, ഒരു യൂണിവേഴ്സൽ അജണ്ടയാണ് സംഭവം. ഇപ്പൊ അടുത്ത എന്താ പറയുക, നമ്മുടെ എംപോക്സ് എന്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ നോക്കിയപ്പോഴേ അതൊരു ചിക്കൻ ബോക്സിന്റെ ചേട്ടനാണ്, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. പക്ഷെ അതിനെ അങ്ങോട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 24 ന്യൂസിൽ പറഞ്ഞു ഒരു 4 വാക്സിനും കൊണ്ട് അവർ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത എല്ലാവരെയും വാക്സിൻ എടുപ്പിക്കണം. അടുത്തത് അനിൽകുമാർ ഡോക്ടർ ഇല്ല, വന്നില്ല. ചിക്കൻ ബോക്സ് വന്നാൽ നമ്മൾ മാറ്റുമല്ലോ. അപ്പൊ എംപോക്സ് വന്നാലും നമ്മൾ മാറ്റും. പക്ഷെ നമ്മളെ നോക്കാനോ കാണാനോ ഒന്നും പറ്റൂല, അവര് പിടിച്ചൊക്കെ വെച്ചിരിക്കുകയല്ലേ. അപ്പൊ കണ്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സിംറ്റം വെച്ചിട്ട് നോക്കിയപ്പം സ്മോൾ ബോക്സിന്റെ അനിയൻ, ചിക്കൻ ബോക്സിന്റെ ചേട്ടൻ. ഇത് പണ്ട് നമ്മുടെ എന്താ പറയാ, എയ്ഡ്സ് വന്നപ്പോ കാണിച്ചതെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ പോകാൻ പറ്റില്ലായിരുന്നു. എല്ലാവർക്കും അറിയാം ആ പ്രദേശത്ത് ഇപ്പൊ എയ്ഡ്സ് നമ്മുടെ ചുറ്റുമുണ്ട്, ആരെങ്കിലും അറിയുന്നുണ്ടോ? അതുപോലത്തെ ഒരു സംഭവമാണ് ഈ നിപ്പയും എംപോക്സും എന്താ പറയാ മസ്തിഷ്ക ജ്വരവും ഒക്കെ ഇതാണെന്നാണ് എന്റെ ഒരു സംഭവം. അതായത് ഈ കൊറോണ സമയത്ത് കണ്ടൊരു പ്രത്യേകത, വാക്സിൻ ഇവിടെ നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കൊണ്ടുവച്ചിട്ട് കൊടുക്കുമ്പം നമ്മൾ നോക്കുകയാണ്, എല്ലാവരും പോയി ക്യൂ നിന്ന് എടുത്തു. ഇപ്പൊ ക്യൂ നിന്ന് എടുത്തവരെല്ലാരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വരുമെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. പക്ഷെ ഷാജി ഡോക്ടർ പറയുന്ന ഓരോ പോയിന്റും എന്റെ ഒരു അഭിപ്രായത്തിൽ കറക്റ്റ് ആണ്. ഇതൊരു വലിയ സംഭവമാണ്. അതാണ് അനിൽകുമാർ ഡോക്ടറുടെ അഭിപ്രായം. എന്റെ ഒരു അഭിപ്രായം അതാണ്. കാരണം എന്റെ ഒരു ഒബ്സർവേഷൻ ആണ്. കാരണം ക്യാൻസർ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എന്റെ ഒരു അഭിപ്രായമാണ്. ബാക്കിയുള്ളവർ സമ്മതിക്കുക. ഓക്കെ, താങ്ക് യു. ഇനി ഹരിഹരൻ സാറിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഈ 2 ദിവസത്തെ ക്ലാസ്സിൽ, ഈ ഷാജി ഡോക്ടറുടെ ക്ലാസ്സിന് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഹരിഹരൻ സാറ് ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറ് സംസാരിച്ചോളൂ. ഡോക്ടർ ഷാജി ഡോക്ടർ പറയുന്നത് 100% ശരിയാണ്. എന്താ ഈ സംശയം വരേണ്ട ഒരു കാര്യവുമില്ല. എൻ്റെ ചേട്ടന്റെ മകൻ, അവൻ ബാംഗ്ലൂര് ഒരു IT കമ്പനിയിലെ നല്ലൊരു ജോലി ഇരിക്കുന്നു. ഈ കൊറോണ വാക്സിൻ എടുത്താണ് അവന്. എടുത്തു കഴിഞ്ഞിട്ടപ്പോ രണ്ടല്ല 3ാമത്തെ എടുത്ത ശേഷം എന്ത് പറ്റി, ഈ ഡയബറ്റിക് പേഷ്യൻസിന് വരുന്ന ന്യൂറോപ്പതി ഇല്ലേ, ആ ന്യൂറോപ്പതിക് സെയിം സിംറ്റം അവന്റെ കൈക്കും കാലിനും ഉണ്ടായി. ഞങ്ങളെല്ലാരും ഭയന്നു പോയി. പക്ഷെ കേക്കാമോ പറയുന്നേ? കേക്കാമോ ഡോക്ടറെ? എന്നിട്ട് അത് അവിടെ ചെന്നപ്പം അവന് ബാംഗ്ലൂരിൽ നിന്ന് അവന്റെ ഫാദറിലായും മദറിലായും പ്രശസ്തരായ 2 ഡോക്ടർമാരാണ്. അവര് കൊല്ലത്തുള്ള ഒരു പ്രശസ്തനായ സ്കിൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോ ആ ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയാമോ? ഇത് വാക്സിന്റെ ഒന്നുമല്ല, ഇത് ഒരു ഭയത്തിന്റെ ആണെന്ന്, ഭയം കൊണ്ടുണ്ടായതാണ് എന്ന് പറഞ്ഞു. എനിവേ, എന്തായാലും ഭാഗ്യം, അവന് ആ ഏതാണ്ട് 2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് ഭേദമായി. അപ്പൊ ഈ ഓണം ആയപ്പം അവനിവിടെ വന്നിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഓണത്തെ ഒരുമിച്ച് കൂടിയപ്പോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, 100% ശരിയാണ് ചിറ്റപ്പ ഈ പറയുന്നത്, ഈ വാക്സിൻ ഭയങ്കര ഡേഞ്ചറസ് ആണ് എന്ന്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇത് എല്ലാവർക്കും സംഭവിക്കത്തില്ല? എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല. ഇത് ഇല്ല, എല്ലാവരും വ്യത്യസ്തരല്ലേ? അതല്ല പലതും ഇടയ്ക്ക് ഡമ്മി ഉണ്ടായിരുന്നു. എല്ലാവർക്കും കുത്തിവെച്ചത്
ആ വാക്സിൻ അല്ല, പലതും ഡെമ്മി ആയിരുന്നു. മേ ബി അതറിയാൻ മേല ഡോക്ടർ. അങ്ങനെയാണ്. എന്ത് തന്നെ ആയാലും ജനങ്ങൾ ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വിഭാഗത്തിനെ പ്രശ്നം വരുള്ളൂ. ഇനിയൊരു വാക്സിനെ കൊണ്ട് അതൊരു കൺഫ്യൂഷൻ ആവും മൈൻഡില്. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഇതൊരു എക്സ്പെരിമെന്റൽ വാക്സിൻ ആയിരുന്നു. അതിൻ്റെ അകത്ത് സാധാരണ എക്സ്പെരിമെന്റ് തന്നെ 50% വാക്സിനും 50% പ്ലാസിബോയാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ആദ്യം കുറെ കൊടുത്തപ്പോൾ തന്നെ കുറച്ചു പേര് ഉടനെ മരണം സംഭവിച്ചുകൊണ്ട് അവരത് 70-30 80-20 ഒക്കെ ആയിട്ട് ഫസ്റ്റ് 2 ഡോസസ് കൺവേർട്ട് ചെയ്തു. ഇതൊക്കെ അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ എടുത്ത ഉടനെ കുറെ പേര് മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഭീതി വന്നു കഴിഞ്ഞപ്പോൾ എടുക്കാൻ പേടിയാണ്. അപ്പൊ അത് മാറ്റിയിട്ട് ആ പേടി അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അവർ അതിന്റെ സ്ട്രാറ്റജി ഒന്ന് മോഡിഫൈ ചെയ്ത് ഇരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനുശേഷം 3rd ഡോസിൽ അവർ പിന്നെയും ഇത് 50-50 എന്തോ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 3rd ഡോസ് എടുത്തവർക്ക് കൂടുതൽ അപകടം വരുന്നുണ്ട്. വി ക്യാൻ ഒബ്സർവ് ഓൾ ദീസ് തിങ്സ്. ഇത് ഈ അടുത്ത ഡോക്ടറെ ഈ അടുത്ത സംഭവം നമ്മളുണ്ടായില്ലേ, ഈ പേജറൊക്കെ എക്സ്പ്ലോഡ് ചെയ്തല്ലോ, ചെയ്തു. അപ്പൊ ഇലോൺ മസ്ക് എന്ന് പറയുന്ന ആള് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇസ്രയേലുകാര് എന്നെ കടത്തി വെട്ടിയെന്ന് അയാൾ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന നമ്മൾക്കുണ്ട്. ഞാനിപ്പോ ഐഫോൺ വാങ്ങിച്ചു കൊണ്ട് നടക്കുവാണ്. ഈ ഐഫോണൊക്കെ എന്ന് നാളെ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഈ ഐഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് സംസാരിച്ചാലും ഈ ഞാൻ പറയുന്നതെല്ലാം ഇതിന്റെ അകത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ ഇത് ഓഫ് ചെയ്ത് വെച്ചാലും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം അവരുടെ മെയിൻ സെന്ററിൽ എന്നെ കുറിച്ച് ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു, എന്ത് പറയുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനും ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാനും എന്നെ എന്തെങ്കിലും ഒരു പ്രൊമിനൻസിലോട്ട് ഞാൻ വന്നു കഴിയുമ്പോൾ ഉടനെ അവർക്ക് പറ്റുന്നുണ്ട്. ഇപ്പൊ ഇത് ലോകത്തുള്ള എല്ലാവരുടെയും ചെയ്യുന്നുണ്ട്. ഓരോ ഫോണും ഗൂഗിൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇവരുടെ സെർവറിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഷഫീഖ് ഡോക്ടർ ഓക്കെ, ഷഫീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. കേൾക്കാം. അല്ല, ഈ വാക്സിന് കുഴപ്പമുണ്ടെന്നുള്ളതിന്റെ നേരത്തെ തന്നെ ഈ ഫൈസർ കമ്പനിയുടെ സിഇഒ ആയിട്ട് ഇന്റർവ്യൂ നടത്തിയതിലൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾ എടുത്തിട്ടുണ്ടോന്ന് പിന്നെ പ്രസ് മീറ്റിൽ ചോദിച്ചപ്പോ ഇല്ല എടുത്തിട്ടില്ല. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല. എന്ത് എടുത്തിട്ടില്ല എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് പബ്ലിക്കുമായിട്ട് കോണ്ടാക്ട് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ എടുക്കണ്ട. അപ്പൊ അവർക്ക് തന്നെ അറിയാം, ഈ ഉണ്ടാക്കിയവർക്ക് തന്നെ അറിയാം അതിന് കുഴപ്പമുണ്ടെന്നുള്ളത്. അതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? എന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ആ സിഇഒ അടുത്ത് തന്നെ ഈ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ വാക്സിൻ എടുത്ത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, അവർക്കൊക്കെ കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു മറുപടിയും പറയാതെ ഓടുന്ന രംഗങ്ങളൊക്കെ നമ്മളിതിൽ കണ്ടില്ലേ. അപ്പൊ പിന്നെ ഈ ഫാക്ട് ഷീറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഇതുകൊണ്ട് ഇതെടുത്താൽ എന്തൊക്കെ സംഭവിക്കാന്നുള്ളത്. പക്ഷെ ഇപ്പോഴേ അത് മരണങ്ങളൊക്കെ അവര് പറയണത് വാക്സിന്റെ അല്ല, കോവിഡിന്റെ ബാഡ് എഫക്ട്, സൈഡ് എഫക്ട് കൊണ്ടാണ് ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഇപ്പോഴേ മെഡിക്കൽ ഫീൽഡ്, അലോപ്പതി സിസ്റ്റത്തിൽ എല്ലാവരും ആ രീതിയിലാണ് പേഷ്യൻസിനെ പറഞ്ഞു മാറ്റുന്നത്. കോവിഡ് വാക്സിന് ഒരു പ്രശ്നവും ഇല്ല, കോവിഡ് വന്നതുകൊണ്ടും അതിന്റെ സൈഡ് എഫക്ട് കൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് ഇത് സംഭവിക്കുന്നത്. ഒരുപാട് ആൾക്കാർ അത് വിശ്വസിക്കുന്നുമുണ്ട്. അപ്പൊ അവരുടെ നല്ലൊരു അജണ്ട ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പുതിയ പുതിയ വാക്സിനുകൾ അവർക്ക് വാക്സിന്റെ കൂടാതെ മറ്റേ എന്താണ് ഷാജി കുര്യാട്ട് ഡോക്ടർ ആ ക്ലാസിന്റെ അഭിപ്രായം കൂടെ പറയും. സ്ത്രീകളുടെ പുതുതലമുറ ജെൻഡർ ഇക്വാലിറ്റിയുടെ കാര്യമാണോ? അല്ല, ആരോഗ്യമുള്ള പുതുതലമുറയ്ക്ക് മാതൃത്വത്തിന്റെ പ്രാധാന്യം. അല്ല, പുതുതലമുറയ്ക്കുള്ള ആരോഗ്യത്തിന്റെ നമുക്ക് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണല്ലോ. ഈ മോഡേണൈസേഷൻ വരുമ്പോഴും ഈ ഹെൽത്തിൽ വളരെ പിന്നെ അഡ്വാൻസ്മെന്റ് വരുമ്പോഴും നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നോ മോശപ്പെടുന്നോ എന്നുള്ളത് നമുക്ക് തന്നെ അറിഞ്ഞൂടെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതുണ്ടാവുന്നത് വ്യവസായികൾ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഹോസ്പിറ്റൽ ഫീൽഡിലാണ്. കാരണം ഒരു നഷ്ടവും വരില്ല. കാരണം രോഗികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ ഹെൽത്ത് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ അതിനനുസരിച്ച് രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് എന്ന് എങ്ങനെ പറയും? ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ രോഗികൾ കുറെ ഉണ്ട്, എല്ലാവരും ഹെൽത്തി ആവണ്ടേ ആൾക്കാർ? ഇതിനൊക്കെ ആരാണ് മറുപടി പറയേണ്ടത്? അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഞാൻ കേൾക്കട്ടെ, നമ്മുടെയൊക്കെ ഈ കോമൺ സെൻസ് വെച്ച് നമ്മൾ ചോദിച്ചാൽ മതി, നമ്മുടെ അമ്മൂമ്മയ്ക്കൊക്കെ എത്ര അസുഖം ഉണ്ടായിരുന്നു? അതിനേക്കാളും അസുഖമുണ്ട് നമ്മുടെ അമ്മയ്ക്കും, അതിനേക്കാളും അസുഖമുണ്ട് നമ്മൾക്ക്. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്നും അസുഖമാണ്. പക്ഷേ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളുകൾ കൂടുതൽ വരുന്നതനുസരിച്ച്
രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തെളിവല്ലേ ഇതിൽ കൂടുതൽ? ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ? ഇതൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് തോന്നുന്നുണ്ടോ? പിന്നെ ഈ ഹെൽത്ത് ബില്ല് തന്നെ കൊണ്ടുവന്നത് കേരളത്തിൽ ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ മെയിൻ അവരുടെ ഉദ്ദേശം കേരളത്തിലുള്ളവരാണ് സാക്ഷരതയിലും എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇവിടെ ഒന്ന് പാസ്സാക്കി കഴിഞ്ഞാൽ അത് എല്ലാ സ്റ്റേറ്റിലും ഈസി ആയിട്ട് അവർക്ക് പാസ്സാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് അവര് ആദ്യത്തെ ചുവടുവെപ്പ് ഇവിടെ തുടങ്ങുന്നത് എല്ലാത്തിനും. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഷാഹി ഡോക്ടർ പറഞ്ഞ പോലെ ഇതെല്ലാം ലോക ലോകത്തിനെ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ശക്തികളുടെ ഇൻഫ്ലുവൻസുകൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ഭരണാധികാരികളെയൊന്നും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ നിവർത്തിയില്ലാത്ത അവസ്ഥയിലാണ്. അവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഡോക്ടറെ, അത് ചെയ്യാൻ പറ്റാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ രാജ്യവും ഇൻഡെപ്റ്റഡ് ടു യുഎൻഒ. നമ്മുടെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് എത്ര കോടിയാ അവിടുന്ന് കടമെടുത്തിരിക്കുമെന്ന് അറിയാമോ? യുഎൻഒയുടെ നിന്ന്, മോണിറ്ററി ഫണ്ടിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോ രാജ്യങ്ങളും കടമെടുത്തിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ കടമെടുക്കുമ്പോ അവര് പറയുന്നത് കേട്ടേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഈ സംഭവിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം ആവണമെന്നില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, നമ്മള് കടമെടുക്കുന്നത് കൊണ്ട് മാത്രം എന്ന് പറയാൻ കടമെടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കുന്നത് ആരാണ്? അത് അവര് നമ്മൾ തന്നെ. ചിന്തിക്കണം. ആ അപ്പൊ അത് തന്നെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അവരെ നിശ്ചയിക്കുന്ന രീതിയിൽ എല്ലാ ഭരണകൂടങ്ങളെയും അവരവരുടെ ചൊൽപ്പടിയിൽ നിർത്താൻ വേണ്ടി ഇതൊക്കെ ചെയ്യും. നമ്മളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ ഇപ്പൊ ഷാഹി ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക. ഭാവിയിൽ നല്ലൊരു ഇതുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ശുഭാപ്തി ഷഫീഖ് ഡോക്ടറെ, വിശ്വാസത്തോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ. ഓക്കെ ഷഫീഖ് ഡോക്ടറെ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ദേവൻ ഡോക്ടറെ മറ്റേ പേജുകളിലൊക്കെ തപ്പിക്കൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ദേവൻ ഡോക്ടർ സംസാരിക്കാൻ വന്നപ്പോൾ സമയം കിട്ടിയില്ല. അപ്പോഴ് നമുക്ക് അത് ചുരുക്കേണ്ടി വന്നു. അപ്പൊ ദേവൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചോളൂ, ഇന്ന് സമയമുണ്ട്. സമയമുണ്ട്, പക്ഷെ നമസ്കാരം. 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 സമയമുണ്ട്, പക്ഷെ ഇപ്പൊ വിഷയം വാക്സിനല്ല വിഷയം. വിഷയം പിന്നെ വാക്സിൻ അല്ല, വാക്സിൻ അല്ല വിഷയം. കുറച്ച് മറ്റേത് തുടങ്ങി കുറച്ച് വിഷയത്തിൽ നിന്ന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. ഡോക്ടർ തീർച്ചയായിട്ടും വിഷയത്തിലേക്ക് വരണം. വാക്സിന്റെ കാര്യത്തിലൊക്കെ ശരിയാണ്. അതിന് ഞാൻ വിഷയത്തിലേക്ക് വരാം. വാക്സിന്റെ വിഷയത്തില് സംഭവം ശരിയാണ്. അതിനൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് അതിപ്പോ വ്യക്തമാണല്ലോ. അതിപ്പോ ഏതാണ്ട് വളരെ വ്യക്തമായിരിക്കുകയാണ്. അതിന്റെ അനന്തര ഫലങ്ങളും എന്തായാലും ഞാൻ ഇന്ന് 3 വർഷം മുമ്പ് ഇട്ട ഒരു ഫേസ്ബുക്ക് എന്റെ മെമ്മറീസിൽ ഇന്ന് വന്നായിരുന്നു. അപ്പൊ UK ഇന്ത്യൻ വാക്സിൻ അംഗീകരിക്കുന്നില്ല എന്നതാണ് ആ പത്രവാർത്ത. ആ പത്രവാർത്ത വെച്ചാൽ അത് ചെറിയ വാർത്തയല്ല, ഒരു 4 കോളം വാർത്തയാണ്. UK ഇന്ത്യൻ ഇന്ത്യനിലെ കോവിഡ് വാക്സിൻ എടുത്തവരൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വാക്സിൻ എടുക്കാത്തവരുടെ പട്ടികയിലേക്കാണ് അവരെ പെടുത്തുകയെന്നും അവര് വീണ്ടും ഇതെടുക്കണമെന്നും എന്നുള്ള ഒരു വാർത്ത അന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനന്ന് അതിന്റെ അടിയിൽ തമാശ ആയിട്ട്, അപ്പൊ അന്ന് ഇവിടുത്തെ ഇന്ത്യൻ സ്ഥാനപതിയും അല്ല നമ്മുടെ നയതന്ത്ര പ്രതിനിധികള് അത് പരിഹരിക്കാനുള്ള ചർച്ചയിൽ ഏർപ്പെടും എന്നൊക്കെ ഒരു സൂചന ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ ഇങ്ങനെ എന്റെ പോസ്റ്റിന്റെ അടിയിൽ എന്റെ കമന്റായിട്ട് ഞാൻ ഇട്ടിരുന്നു, ഈ വാക്സിൻ പ്രശ്നവും പാലസ്തീൻ പ്രശ്നം, അഫ്ഗാൻ പ്രശ്നം അതുപോലെ നയതന്ത്ര തലത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞു. ഞാനത് അങ്ങനെ ഒരു സറ്റയറായിട്ട് അത് പറയാൻ കാര്യം, സയൻസ് എന്ന് പറയുന്നത് ഇവര് പറയുന്നത് സയൻസ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ശരിക്കും അതിന് മറ്റൊരു വശമില്ല. അത് ചർച്ചയിലൂടെ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. 2 രാജ്യങ്ങൾ തമ്മിൽ ഞങ്ങളുടെ ഒന്ന് തൽക്കാലത്തേക്കൊന്ന് അംഗീകരിച്ച് തരണം കേട്ടോ, നമ്മളൊക്കെ തമ്മിലുള്ള ഈ ബന്ധമൊക്കെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധം നിലനിൽക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ വാക്സിൻ ഒന്ന് അംഗീകരിച്ച് തരണം എന്നത് രീതിയിലൊരു നയതന്ത്ര തലത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവം അല്ല ശാസ്ത്രം. ഇവർ പറയുന്ന രീതിയിലാണെങ്കിൽ, ശാസ്ത്രമാണെങ്കിൽ അതിന് ഒറ്റ ഇതേ ഉള്ളൂ, ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതായത് അത് ശരി അല്ലെങ്കിൽ തെറ്റ് എന്നുള്ള ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധ്യതകൾ ശാസ്ത്രം പരിഗണിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞ, നിലവിൽ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യത്തിന്റെ ആണ്. സാധ്യതകൾ ശാസ്ത്രം എപ്പോഴും പരിഗണിക്കുന്നുണ്ട്. ശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് വളർന്നിട്ടുള്ളത്. ഇവിടെ അതെന്തെങ്കിലും ആട്ടെ, അത് നമുക്ക് അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ ഹെൽത്ത് ബില്ലിന്റെ കാര്യത്തിലാണെങ്കിൽ കേരളത്തിലാണ് ഇന്ത്യയിൽ ഹെൽത്ത് ബില്ല് പാസ്സായിരിക്കുന്ന കേരളത്തിൽ മാത്രമല്ല,
പക്ഷെ ഇത്തരത്തിൽ കുറച്ച് വിപുലമായ രീതിയിൽ പാസ്സായിരിക്കുന്നത് കേരളത്തിലാണ്. മറ്റ് പല സ്റ്റേറ്റുകളിലും പാസ്സായിട്ടുണ്ട്, മറ്റ് പല രാജ്യങ്ങളും പാസ്സാക്കിയിട്ടുണ്ട് ഹെൽത്ത് ബില്ല്. അവിടെയൊക്കെ പാസ്സാക്കിയപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെയൊന്നും ആയുഷ് സിസ്റ്റം ഇല്ലായിരുന്നു. ആയുഷ് സിസ്റ്റം ഇല്ലാതിരുന്നത് കൊണ്ട് അതിനെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തതാണ് ഇവിടെ. അല്ലാതെ നമ്മള് സംഭവം ഗൂഢാലോചനയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതാണ് അതിന്റെ വസ്തുത. നമ്മൾ ഇല്ലാത്ത കാര്യം നമ്മൾ ഈ മറ്റ് രാജ്യങ്ങളിൽ പാസ്സാക്കിയിട്ട് ഇത് മറ്റ് ഏതൊക്കെ രാജ്യങ്ങളിൽ പാസ്സാക്കിയിട്ടുണ്ടെന്നുള്ളതിന് കൃത്യമായിട്ട് നെറ്റിൽ സെർച്ച് ചെയ്താൽ വിവരം കിട്ടും. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇത് പാസ്സാക്കി, പല രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പാസ്സാക്കിയിട്ടുണ്ട്. അവിടെ എതിർപ്പുണ്ടാകാത്തതിന്റെ കാരണം അവിടെ ആയുഷ് സിസ്റ്റം ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ആയുഷ് സിസ്റ്റം നിലനിൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് മാത്രമല്ല, ഇവിടുത്തെ സാഹചര്യം വെച്ചുകൊണ്ട് വേണം നമ്മൾ അതിനെ എതിർക്കാനെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ബ്രിട്ടനെതിരെ സമരം ചെയ്തത് ഉപ്പ് കുറുക്കിക്കൊണ്ടാണ്. അതായത് ഉപ്പ് കുറുക്കിക്കൊണ്ട് സമരം ചെയ്തത് എന്തുകൊണ്ടാണ്? നമ്മൾ പ്രാദേശികമായ ഇത് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം സമരം ചെയ്യാൻ. അങ്ങനെയാണ് ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് പോകാനായിട്ട് കാരണം. അല്ലാതെ നമ്മൾ അവിടെ പോയി ബ്രിട്ടനിൽ പോയിട്ട് അല്ലല്ലോ നമ്മൾ സമരം ചെയ്തത്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ് സമരം ചെയ്തത്. ഇത് ഒരു കാര്യം. അതൊക്കെ പോട്ടെ. ഞാൻ ഈ മാതൃത്വത്തിലെ നല്ല ഒരു മാതൃത്വം, ശുദ്ധമായ മാതൃത്വം, ശുദ്ധം എന്നർത്ഥം ഇല്ലെന്ന് തോന്നണം അല്ലെ. എന്തായാലും ആ മാതൃത്വം വേണം ഒരു അടുത്ത തലമുറ എന്നുള്ളതിന്. അതിപ്പോ ഒരു മാതൃത്വത്തിന്റെ പ്രാധാന്യം പ്രാധാന്യം ഓൾറെഡി അംഗീകരിക്കപ്പെട്ടതാണല്ലോ. അത് ഓൾറെഡി അംഗീകരിക്കപ്പെട്ടതാണ്. എനിക്ക് അതിൽ പറയാനുള്ളത്, അതിൽ ഹോമിയോപ്പതിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രാക്ടിക്കൽ. നമ്മൾ ഈ ഫിലോസഫിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിന്റെ പ്രായോഗിക തലത്തിൽ അത് ഓൾറെഡി എല്ലാവരും മുലപ്പാലിന്റെ പ്രാധാന്യം, അമ്മയുടെ പ്രാധാന്യം, അമ്മയുടെ ആരോഗ്യം, ഇത് മാതൃശിശു സംരക്ഷണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഓൾറെഡി അത് നിലപാടാണത്. അത് ആ കാര്യത്തിലൊന്നും ആർക്കും അമ്മയുടെ പ്രാധാന്യം, മാതൃത്വത്തിന്റെ പ്രാധാന്യം ആരും കുറച്ച് കാണിക്കുന്നില്ല. അത് ഹോമിയോപ്പതിയിൽ അതെങ്ങനെ ഹോമിയോപ്പതി രീതിയിൽ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട് പറയുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം എനിക്ക് സമയം കിട്ടാഞ്ഞ അതിന്റെ അല്ല, സമയം കിട്ടാതിരുന്നത് അതൊരു വിവാദത്തിലേക്ക് പോകുന്നു എന്നുള്ളതുകൊണ്ട് ആണ്. കാരണം സമയം വിശദമായിട്ട് പറയാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. കാരണം അത് പാട്രിയാർക്കൽ സമൂഹം, അതായത് പുരുഷ മേധാവിത്വത്തിലുള്ള ഒരു സമൂഹത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ഒരു ചർച്ച വന്നതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെ എല്ലാ മതങ്ങളിലും പുരുഷ മേധാവിത്വമാണ് നിലനിൽക്കുന്നത്. അപ്പൊ എല്ലാ മതങ്ങളിലും പുരുഷ മേധാവിത്വം നിലനിൽക്കുമ്പോൾ ആ മേധാവിത്വം നിലനിൽക്കുന്നത് കൊണ്ട് അതിന് പകരമായിട്ട് ഒരു ഇക്വാളിറ്റി വേണം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ബോധത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായ ഒരു ചിന്താഗതിയാണ്. അതൊരു പുരോഗമന ചിന്താഗതി തന്നെയാണ് ഈക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ ഈക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു മോശം സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അതിനെ എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിന് പ്രായോഗികമായിട്ട് ഞാൻ അന്ന് തന്നെ കുറെ റൂബ്രിക്സുകൾ പറഞ്ഞത്. പ്രായോഗികമായിട്ട് നമ്മൾക്ക് ഹോമിയോപ്പതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നം, സ്ത്രീകൾ സ്ത്രൈണത അല്ലെങ്കിൽ സ്ത്രൈണതയോടുള്ള ആഭിമുഖ്യം കാണിക്കുന്ന കുറെ എഫമിനേറ്റ് എന്നും പറഞ്ഞ് നമുക്ക് റൂബ്രിക്സ് ഉണ്ട്. നമുക്ക് അത് വെച്ച് മരുന്ന് കൊടുത്ത് ചേഞ്ച് ചെയ്യാനും പറ്റും. മുഴുവൻ കുറച്ച് സൈക്കോളജിക്കൽ അങ്ങനെയുള്ള സപ്പോർട്ടും കൂടി വേണം. സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് തുടക്കത്തിലേ കിട്ടിയാൽ നമ്മൾക്കത് കുറെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ മാനിഷ് എന്നും പറഞ്ഞിട്ടുള്ള റൂബ്രിക്സ് ഉണ്ട്. അതിന് നമ്മൾക്ക് ആ തരത്തില് ഞാനിതിന്റെ പ്രായോഗിക സമീപനം പറയണം. ആ മാനിഷ് എന്നുള്ള റൂബ്രിക്സ് എടുക്കുമ്പോൾ പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ പെരുമാറുകയും അത്തരത്തില് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയില് നമ്മൾക്ക് അത് നമ്മുടെ മുന്നിലേക്ക് അത് മറ്റൊരു അസുഖമായിട്ട് വരുമ്പോൾ ഇതും കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും. പിന്നെ അന്ന് തന്നെ പറഞ്ഞ മറ്റു കുറെ റൂബ്രിക്സുകളുണ്ട്. അപ്പോൾ ഇപ്പൊ അവേർഷൻ ടു ഹസ്ബൻഡ് ആൻഡ് ചൈൽഡ് എന്നുള്ളത് അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. വെറാട്രം ആൽബിന് സ്വന്തം കുട്ടിയെ കൊല്ലുന്ന കാര്യം വരെ വെറാട്രം ആൽബ് ഇപ്പം പ്രസവിക്കാൻ തയ്യാറല്ല എന്നുള്ള അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം. ഈ പ്രസവിക്കാൻ തയ്യാറല്ല എന്നുള്ളതിന്റെ മൂർധന്യ അവസ്ഥയാണ് സ്വന്തം കുട്ടിയെ കൊല്ലുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്.
അപ്പോൾ പിന്നെ പ്രസവിക്കാൻ തയ്യാറല്ല എന്നുള്ളത് ഇന്നിപ്പോ പിന്നെ പെൺകുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇന്നിപ്പോ അങ്ങനെ ഒരു ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു 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 ഇത് വളർന്നു വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അതൊക്കെ നമ്മുടെ ഹോമിയോപ്പതിയിൽ അതിന് മരുന്നുകളുണ്ട്. അവേർഷൻ ടു മാരിയതിന് മരുന്നുണ്ട്, അവേർഷൻ ടു മെന്നിന് മരുന്നുണ്ട്, അതുപോലെ അവേർഷൻ ടു വുമൻ അതിനും മരുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് ഇതെല്ലാം മാറുമെന്നല്ല ഞാൻ പറയണത്. എല്ലാ കേസും മാറത്തില്ല. ചിലതിന് കുറച്ചൊക്കെ കൗൺസിലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പക്ഷെ എന്തായാലും അതൊരു ഒരുപാട് ഫിലോസഫി നമ്മൾക്ക് ആവശ്യത്തിനുണ്ട്. അപ്പൊ അത് വികസിപ്പിക്കേണ്ട എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഡൈനാമിക് സയൻസിനെ കുറിച്ചൊന്നും എനിക്ക്, കാരണം ഞാൻ അത് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ അത്തരത്തിലുള്ളൊരു ധാര വികസിപ്പിക്കുന്നതിനോട് വിയോജിപ്പുമില്ല. നല്ല കാര്യം തന്നെയാണ്. അതൊരു ഫിലോസഫിക്കലി ആണ്. പക്ഷെ പ്രാക്ടിക്കലി നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളുടെ സംഭവം ഹോമിയോപ്പതി നമ്മൾ കൃത്യമായ രീതിയിൽ അതിന് അത്തരം സെൽഫിഷ്നെസ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് വരുന്നുണ്ടല്ലോ. അധികം സെൽഫിഷും ഈഗോയിസ്റ്റിക്കും ആകുന്നവരാണ് സ്വന്തം സ്വത്വബോധത്തിൽ അഭിരമിക്കുന്നത്. ആ സ്വത്വബോധത്തിൽ അഭിരമിക്കുമ്പോഴാണ് നമ്മൾ മാത്രം മതി, അടുത്ത ഒരാളും വേണ്ട, എനിക്ക് ആർക്കും വേണ്ടി കഷ്ടപ്പെടാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. പിന്നെ ഫിലോസഫിയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ കാര്യം, ദ ഹയർ പർപ്പസ് ഓഫ് അവർ എക്സിസ്റ്റൻസ് എന്ന് ഹനുമാൻ പറഞ്ഞത് പിന്നെ എന്താണ്? ഇത് തന്നെ ഹയർ പർപ്പസ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഉദാത്തമായ ഒരു സങ്കല്പമാണ്. വളരെ ഉദാത്തമായ നമ്മുടെ ഒരു മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പ് എന്തിനു വേണ്ടിയാണ്? ഹയർ പർപ്പസ്, അതിന്റെ ഉന്നതമായ ആദർശം, അതിന്റെ ഉന്നതമായ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത ഒരു തലമുറയെ ഇത് തന്നെയാണ്. അപ്പൊ അതൊക്കെ ഓൾറെഡി നമ്മുടെ ഫിലോസഫിയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ വികസിപ്പിക്കേണ്ട എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. വികസിപ്പിക്കാം. അപ്പൊ അതോടൊപ്പം കുറച്ച് പ്രാക്ടിക്കലും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്കും നല്ലതായിരിക്കും, ഹോമിയോപ്പതിക്കും നല്ലതായിരിക്കും. ഓക്കെ ദേവൻ ഡോക്ടറെ, അപ്പൊ എന്തെങ്കിലും മറുപടി? അപ്പൊ ഇതിന്റെ അകത്ത് ദേവൻ ഡോക്ടർ മെയിനായിട്ട് പറഞ്ഞ ഹോമിയോപ്പതി സൈഡ് പറയണമെന്നാണ്. തീർച്ചയായിട്ടും അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ദേവൻ ഡോക്ടർ പറഞ്ഞത്. ദേവൻ ഡോക്ടർ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ദേവൻ ഡോക്ടർ അനിൽകുമാർ ഡോക്ടേഴ്സ് ഉണ്ട്. ദേവൻ ഡോക്ടർ പറയുന്നത് അത് തീർച്ചയായിട്ടും ശരിയാണ്, ഹോമിയോപ്പതിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്ന ഹോമിയോപ്പതി ഈസ് ദ സ്കോപ്പ് ഓഫ് ദ ഫ്യൂച്ചർ, നോ ഡൗട്ട് ഇൻ ദാറ്റ്. അപ്പൊ നമ്മൾ ഫിലോസഫി നമ്മൾ പറയുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിലോസഫിക്കൽ സൈഡ് ടോട്ടലി നെഗ്ലക്റ്റ് ചെയ്ത് കിടക്കുകയും ആ ശരിയായ ഫിലോസഫിയെ വളച്ചൊടിച്ച് തെറ്റായ ഫിലോസഫി നമ്മുടെ അടുത്ത് പ്രചരിപ്പിച്ച് നമ്മളെ അത് പഠിപ്പിച്ച് നമ്മുടെ ആ ഫിലോസഫിക്കൽ ഫണ്ടമെന്റൽ തോട്ട് ഡെവലപ്മെന്റ് ആണ് നമ്മുടെ DNA റെഗുലേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഒരു റീസൺ. അത് ഇന്ന് ലോകത്ത് ഐഡന്റിഫൈ ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരു കാര്യമാണ്. ആ ഐഡന്റിഫിക്കേഷനാണ് ഡൈനാമിക് സയൻസോട് നമ്മൾ ലോകത്ത് അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത് ദേവൻ ഡോക്ടർ മനസ്സിലാക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതാണ് ഡൈനാമിക് സയൻസിന്റെ നീഡ്. ഇന്നത്തെ ലോകത്ത് നമുക്ക് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ എപ്പിജനറ്റിക് ചേഞ്ചസ് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ നടക്കുന്നു എന്ന് തിരിച്ചറിയാത്തതാണ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഭീകരരോഗമായിട്ടിരിക്കുന്നത്. അപ്പൊ ഡൈനാമിക് സയൻസ് എന്നുള്ള ഒരു ഹൈപ്പോത്തസിന്റെ പ്രസക്തി എന്തെന്ന് ചോദിച്ചാൽ ഈ DNA റെഗുലേഷൻ ആര് എങ്ങനെ നടത്തുന്നു എന്നുള്ള ക്ലാരിറ്റി കൊടുക്കലാണ് ഡൈനാമിക് സയൻസിന്റെ ഏറ്റവും പ്രസിദ്ധമായ കാര്യം. അവിടെയാണ് ഈ ജനറ്റിക് ചേഞ്ചസ് വരുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ ഡൈനാമിക് സയൻസ് കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്നതിലെ പ്രസക്തി അവിടെയാണ്. അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ ഹോമിയോ മരുന്ന് കൊണ്ട് ജനറ്റിക് റെക്ടിഫിക്കേഷൻ പോസിബിൾ ആണ്. പക്ഷെ ആ ഫണ്ടമെന്റൽ കോസസ് കറക്റ്റ് ചെയ്തതിന് ശേഷം മരുന്ന് കൊടുക്കുമ്പോഴാണ് ആ ഒരു കറക്ഷൻ കംപ്ലീറ്റ് ആൻഡ് പെർമനന്റ് ആൻഡ് സസ്റ്റൈനബിൾ ആകുള്ളൂ എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ നമ്മൾ ഒരു ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ അതിന്റെ ടോട്ടാലിറ്റിയിൽ കാര്യങ്ങളെ മൊത്തം മനസ്സിലാക്കിയിട്ട് അതിന്റെ സൊല്യൂഷൻ കൊടുക്കുമ്പോൾ ആ സൊല്യൂഷൻ വിൽ ബി എ കംപ്ലീറ്റ് സൊല്യൂഷൻ. അപ്പൊ ആ ഒരു കംപ്ലീറ്റ് സൊല്യൂഷന് വേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ആ ഫിലോസഫിക്കൽ സൈഡ് ഈസ് ടോട്ടലി ഡൈവേർട്ടഡ് ആണ്. അത് തെറ്റിദ്ധരിപ്പിച്ച് ഈ അസുഖം നയിക്കുന്ന അവസ്ഥയിലോട്ട് വരുത്തുവാണ്. അവിടെയാണ് നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര ക്യാൻസർ ഉണ്ടായിരുന്നു? ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ നാട്ടിൽ എത്ര ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്? ഞാനത് ഉദാഹരണ സഹിതം പറഞ്ഞില്ലേ. ഇപ്പൊ ഫിലിപ്പീൻസിൽ തന്നെ ഞാൻ ഇവിടുത്തെ ഫിലിപ്പീൻ ക്യാൻസർ സൊസൈറ്റിയുടെ കൺസൾട്ടന്റ് ആയിട്ടിരുന്നതാണ് കുറച്ച് നാൾ.
അപ്പൊ അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഫിലിപ്പീൻ ക്യാൻസർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരു ഫസ്റ്റ് ലേഡി ഡോക്ടർ ഉണ്ട്, ഡോക്ടർ മീത്ത പാത്തുത്ത പേര്. അവര് മെഡിസിൻ പഠിക്കുമ്പോൾ ഇവിടെ ക്യാൻസറേ ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഇന്ന് അവര് കുറച്ചു നാൾ മുമ്പ് മരിച്ചുപോയി. പക്ഷെ ഞാനൊക്കെ കൺസൾട്ടന്റ് ആയിട്ടിരുന്ന സമയത്ത് അവര് പറയേത് ഇന്ന് ഫിലിപ്പീൻ ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 100-150 ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റിനെ തന്നെ കാണാൻ പറ്റും. ഞാനൊരു 2000-ഓളം ക്യാൻസർ രോഗികളെ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മജോറിറ്റിയും ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസ് ആണ്. അപ്പൊ ഇപ്പൊ അവിടെ കൂടാൻ എന്താ കാരണം? എങ്ങനെ ഇപ്പൊ അവിടെ കൂടാൻ, വർദ്ധിക്കാൻ ഇത്രയും കൂടാൻ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജെൻഡർ ഈക്വാലിറ്റി പോലെയുള്ള ഫിലോസഫി അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളൊക്കെ ഫിലിപ്പൈൻസിൽ കൂടാൻ എന്താ കാര്യം? ഇത് തന്നെ കാര്യം. ഫിലിപ്പീൻസില് അമേരിക്കയുടെ നിയന്ത്രണം ഒരു 100 നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതിനേക്കാളും 100 വർഷം മുമ്പ് വന്നുകൂടെ. അതുകൊണ്ടാണ് ഇവിടെ ഓൾറെഡി ഡിസ്റ്റോർട്ടഡ് ആണ്. ഇവിടത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെന്റ് ആണ്. ഞാനതിപ്പോ ഓപ്പൺ ആയിട്ടൊക്കെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. കാരണം ഡോക്ടറെ, ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. ഈ ഈ വിമൻസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം സെക്സ് എന്ന് തന്നെ എടുത്തോളുക. ഈ സപ്രസ്ഡ് സെക്സ് വരുമ്പോ മെന്നാണെങ്കിലും വിമൻ ആണെങ്കിലും കേൾക്കാമോ? കേക്കാം. മെന്നാണെങ്കിലും വിമൻ ആണെങ്കിലും സപ്രസ്ഡ് സെക്സ് വരുമ്പോ ഈ സെക്സുമായിട്ട് ബന്ധപ്പെട്ട ചില ഓർഗൻസിൽ ഈ ഡിറേഞ്ച്മെന്റ് കാണിക്കത്തില്ലേ? സാറേ, സാറ് പറയുന്നത് ശരിയാണ്. ഈ സപ്രഷൻ ഓഫ് സെക്സ് വരുന്ന എപ്പോഴാണ്? അതിന് ചില അത് ഞാൻ പറയാം. അത് ഡോക്ടർ ഇവിടെ പറഞ്ഞ ഫിലിപ്പീൻസിലെ കാര്യം പറഞ്ഞു, പിന്നെ ഇവിടുത്തെയൊക്കെ കാര്യം പറഞ്ഞു. ചില സാമൂഹ്യ ക്രമങ്ങള് നമ്മുടെ നാട്ടിലും ചില രാജ്യത്തും ഒക്കെ മാറി മറിഞ്ഞു വരുന്നുണ്ട്. ചില സാമൂഹ്യ ക്രമങ്ങൾ, ഈ സാമൂഹ്യ ക്രമങ്ങളാണ് ഈ രോഗത്തിലേക്ക് നയിക്കുന്നത്. ആ സാമൂഹ്യ ക്രമങ്ങളെ കുറിച്ച് തന്നെയാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. ആ സാമൂഹ്യ ക്രമങ്ങളുടെ ആ ഓർഡർ തെറ്റുന്ന ഞാനതാ പറഞ്ഞു വരും. നമ്മുടെ കൺസെപ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ. ആ കൺസെപ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡിനെ അവർ കറപ്റ്റഡ് ആക്കി. ഇപ്പൊ ഒരു കുടുംബത്തിൽ ഒരു ഓർഡർ ഉണ്ട്. ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അവിടെ ഒരു ഫൈനൽ വാക്ക് പറയുന്ന ഒരു നേതൃത്വം വേണം. ആ നേതൃത്വം ഇല്ലാത്ത ആർക്കും എന്തും പ്രവർത്തിക്കാവുന്ന ഡിസോർഡേഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് നമ്മുടെ സൊസൈറ്റി മാറിയിരിക്കുന്നു. ആ ഡിസോർഡർലിനെസ് ആണ് ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അതിന് സംശയമില്ലല്ലോ. അങ്ങനെ ഒരു ഡിസോർഡേഡ് ആയിട്ടുള്ള സൊസൈറ്റി ആണ് അവിടെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ ഇവിടുത്തെ സൊസൈറ്റിയില് ഒത്തിരി മാറ്റങ്ങള് വേണ്ടി വരുന്നു. അതിന് ഇവിടെ ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടക്കണം. അങ്ങനെ ആ ശ്രമത്തിലേക്ക് പോകുമ്പോൾ അവര് ആന്റി സോഷ്യലായിട്ട് മുദ്ര കുത്തപ്പെടും. അല്ല, അതൊക്കെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫെമിനിസ്റ്റുകളൊക്കെ എന്നെ ചിലപ്പോൾ പക്ഷേ ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം ഞാൻ പറയുന്ന സത്യമാണെന്നും ഞാൻ ഫെമിനിസ്റ്റോ അല്ലെങ്കിൽ ആന്റി ഫെമിനിസ്റ്റോ ഒന്നുമല്ല. സത്യം പറയുക, സത്യം മാത്രം പറയുക, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പറയുക എന്ന 100% ഉറപ്പായിട്ട് മാത്രം. അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡീവിയേഷനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഡോക്ടറെ, ഡോക്ടർ അല്ല, എന്താണ് ഷാജി ഡോക്ടർ, ഒരു നിമിഷം. ധനേഷ് ഡോക്ടർ എന്തോ പറയുന്ന മെസ്സേജ് എഴുതിയിടുന്നുണ്ട്. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഡോക്ടറെ സംസാരിക്കണമെങ്കിൽ അല്ല, നാളെ വിന്റർ ഡിസ്കഷനെ കുറിച്ചുള്ള ചർച്ചയാണ് വെച്ചിരിക്കുന്നത്. അത് ശരി, അതാണോ മെസ്സേജ്? അതൊന്ന് പറയാൻ വേണ്ടി അടിച്ചത് തെറ്റിപ്പോയതാ. അത് ശരി. ഞാൻ വിചാരിച്ചു ഇനി പറ്റാത്തോണ്ട്. സമയം ഏകദേശം ആയി. അല്ല, ഒരു കാര്യം കൂടെ ശരി ഡോക്ടറെ. നമ്മളെ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിലൂടെ ക്യാൻസർ ചികിത്സ തുടങ്ങി. ഇന്നലെ ആയിരുന്നു ഉദ്ഘാടനം. നമ്മുടെ MP ശശി തരൂരിനെ ഉദ്ഘാടനം. SP ഫോർട്ട് ഹോസ്പിറ്റൽ, പുതിയത്. അവിടെ ബോണിന്റെ ആയിരുന്നു, ഇപ്പൊ ഇതുമായി. ബോണല്ല, ഇത് ക്യാൻസർ ചികിത്സ തുടങ്ങി നിന്ന് പത്രത്തില് അവരുടെ പടം വന്നു. ശശി തരൂർ ഉദ്ഘാടനം ചെയ്തതും ബാക്കി പടം. അപ്പൊ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പക്ക ബിസിനസ്. ഇനി കഴിഞ്ഞ ദിവസം വന്നൊരു പേഷ്യന്റ്, എന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണ്. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു മരുന്നിന്റെ കഥയും കൂടെ കേട്ടോളുക. ഒരു ദിവസം കൊടുക്കുന്ന ഒരു ടാബ്ലറ്റിന് 10,400 രൂപ വില. 60 ദിവസം കുറിച്ച് കൊടുത്തിട്ടുണ്ട്.
അല്ലെ ഇതൊക്കെ മേടിക്കാൻ പോണവരെ വേണം അടിക്കാൻ. 6,24,000 രൂപ. ഇതൊക്കെ മേടിക്കാൻ പോണ ആൾക്കാരില്ലേ പോണതിന് അവരാണ് അത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ നീതി മെഡിക്കൽസിൽ പോയി വാങ്ങിച്ചപ്പോഴാണ് 6,4 ലക്ഷം രൂപ. അല്ലെങ്കിൽ എനിക്ക് ഇതാണ് സ്ഥിതി. ഇൻഷുറൻസ് കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ഇത്രയും. ഇൻഷുറൻസ് അല്ല, അത് VSSCയുടെ റീഎംബേഴ്സ്മെന്റ് ഉണ്ട്, അതുകൊണ്ടാണ് ആ വിലക്ക് കിട്ടിയത് 6,24,000 രൂപ. ഇത് ക്യാൻസറിന്റെ മെഡിസിൻസ് ആണോ? ക്യാൻസറിന്റെ മെഡിസിൻസ്, ഓക്കെ. കീമോ ഡ്രഗ്സ് ആണ്. പാവം അവരുടെ പേഷ്യന്റ് റെഡിയാണ് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ റീഎംബേഴ്സ്മെന്റ് ഇല്ലെങ്കിൽ അവർ വീട് വിറ്റ് വാങ്ങിക്കും. ആ, ഇതാണ് വീട് സ്ഥിതി. വിറ്റ് ലേക്ക് ഷോറിൽ ചികിത്സിച്ച് 3 മാസത്തിനകം മരിച്ച കഥ എനിക്കറിയാം. ഒരു പരാതിയില്ല, ഒരു പരാതിയില്ല. ഒരു പരാതി നമ്മളൊരു 5,000 എന്റെ രൂപയൊക്കെ അടുത്ത് തരാൻ വന്നപ്പോഴേ പാടായിരിക്കും. ആ കൊച്ചു ഒരു പെൺകുട്ടിയായിരുന്നു. അതിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇതാണ് സ്റ്റേജ്, നിങ്ങൾ ഇനി എവിടെ പോയി ചികിത്സിച്ചാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ പാടായിരിക്കും. പക്ഷെ അവർക്ക് പ്രതീക്ഷയാണ്. നിങ്ങൾ സാധാ ഒരു എവിടെയാണോ നിങ്ങൾ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇനി ട്രീറ്റ്മെന്റ് തേടി അവിടെ ചെയ്ത് അതിന്റെ എന്താണോ അപ്പോഴപ്പോഴുള്ള ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് മരുന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വസ്തുവും വീടും എല്ലാം എഴുതി വിറ്റ് ലേക്ക് ഷോറിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. 3 മാസത്തിനകം തന്നെ അവര് മരിച്ചു. ഒരു എല്ലാം പരാതിയില്ല, ഒരു പരാതിയില്ല. അല്ല, എന്നാലും ഈ അവരെ ആ ഒരു ഇതും കൂടി ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തത് വളരെ ദയനീയമാണ്. കാരണം ഇതാണ് പക്ക സ്റ്റേജ്. കച്ചവടം. രക്ഷപ്പെടുത്താൻ ഒക്കൂലെന്നുള്ള കാര്യം ഒന്നും പറയേയില്ല. ഇതിന്റെ ഒരു മറുവശം ഞാൻ പറയട്ടെ. ഇതിന്റെ ഒരു മറുവശം പറയാം. ഇവിടെ എന്റെ തെങ്ങിൽ കയറാൻ വരുന്ന ഒരാള്, ഞങ്ങളൊക്കെ ഞങ്ങളുടെ തെങ്ങിൽ അയാളാണ് കയറുന്നത്. അയാളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ. ആ ക്യാൻസറിന് ആലപ്പി മെഡിക്കൽ കോളേജിൽ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. അവരിപ്പം അധ്വാനിക്കുന്നു, ജോലി ചെയ്യുന്നുണ്ട്, അവർ വർക്ക് ചെയ്യുന്നുണ്ട് ആലപ്പി മെഡിക്കൽ കോളേജ്. കേക്ക്, ഞാനിത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞ ഡോക്ടർ പറ, ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഈ ആളിന് ക്യാൻസർ വന്നു. ഈ ക്യാൻസർ വന്നത് എവിടെ? ഈ മാൻഡിബിളിലാണ് വന്നത്. അപ്പൊ അയാള് ഈ കൺസൾട്ട് ചെയ്ത് ഞാൻ ചോദിച്ചു, താനെന്താ കുറെ നാൾ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അയാൾ പറഞ്ഞു, എൻ്റെ ഇവിടെ ക്യാൻസർ ആയിരുന്നു, എൻ്റെ മാൻഡിബിൾ എടുത്ത് മാറ്റി എന്ന് പറഞ്ഞു. അപ്പൊ താൻ ഇനി ജോലിക്കൊന്നും വരുന്നില്ല? എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടറെ, ഇപ്പൊ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ഇവിടെ കുറച്ച് ഒട്ടിയിരിപ്പുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. അപ്പോ ഈ സാധാരണക്കാരായ ഒരു മനുഷ്യൻ കാണുമ്പോ അവന് ക്യാൻസർ വന്നു, ഇതെടുത്ത് മാറ്റി അവൻ ജോലി ചെയ്യും. പെണ്ണുമ്പിള്ള ക്യാൻസർ വന്നു, ഇപ്പൊ ഇതെന്റെ വീടിന്റെ തൊട്ടടുത്ത് നടക്കുന്ന സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് സാധാരണക്കാരായ മനുഷ്യൻ വിചാരിക്കുന്ന എന്താണെന്നറിയാം, എല്ലാം ഭേദമായി. ഇവന് ഒരു 6 മാസം കഴിയുമ്പോ വേറെ എവിടെങ്കിലും ഇത് മെറ്റാസിസ് ഉണ്ടാകുന്നത് അപ്പോഴല്ലേ. ഇപ്പൊ അവൻ ജോലി ചെയ്യുന്നു. ഇത് കാണുമ്പോഴാണ് മനുഷ്യര് ഇതിലേക്ക് ഓടാനായിട്ട് തോന്നുന്നത്, തയ്യാറാവുന്നത്. ഓക്കെ, അപ്പോഴെന്തായാലും ഹലോ ദേവൻ ഡോക്ടറെ, ഇനി നമുക്ക് സമയം വല്ലതും പറയാനാണ്. വിഷയത്തിൽ നിന്നും വിഷയം അല്ല ഇപ്പൊ ചർച്ച ചെയ്യണം. ഇപ്പൊ ഈ കുടുംബം, അത് കഴിഞ്ഞ് ഗോത്രം, അത് കഴിഞ്ഞ് സമൂഹം എന്നൊക്കെ പറയുന്നത് പുരുഷാധിപത്യ ചിന്താഗതിയുടെ ഭാഗമാണ്. അപ്പം ആ കുടുംബത്തിന്റെ ആധിപത്യം പോയി എന്ന് പറയുമ്പോൾ പുരുഷാധിപത്യം പോയെന്നാണ് ഷാജി ഡോക്ടർ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ ഭാഷ അങ്ങനെയാണ്. എന്തായാലും അല്ലെങ്കിൽ അവിടെ എനിക്കൊരു കാര്യം ദേവൻഡോ, ഞാൻ പറഞ്ഞു തീരുമ്പോൾ പലപ്പോഴും ഇന്റർഫിയർ ചെയ്തുകൊണ്ടാണ്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ അതിൻ്റെ അത് ഒരു കാര്യം പറഞ്ഞു, പുരുഷ ആധിപത്യം എന്നും പറഞ്ഞ് പുരുഷൻ ആധിപത്യം ഉറപ്പിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും നിയമം ഉണ്ടാക്കി ആധിപത്യം ഉറപ്പിക്കുന്നതാണ്. ഒരു നാച്ചുറൽ ഓർഡർ ഉണ്ട്. ആ നാച്ചുറൽ ഓർഡർ ഷുഡ് ബി ഫോളോഡ്. നമ്മൾ നേച്ചറിന് എഗെയിൻസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ വി കനോട്ട് സർവൈവ്. അപ്പൊ അതിന്റെ ഒരു ശാസ്ത്രീയതയും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആണും പെണ്ണും തമ്മിലുള്ള അങ്ങനെ ഇല്ല ഡോക്ടറെ, നാച്ചുറൽ ഓർഡർ അല്ല. അത് ദേവൻ അപ്പോഴേ ഈ വിഷയം അല്ലേ, അമ്പാടി മാഡത്തിന് അവസരം തരാം. ദേവൻ ഡോക്ടർ ഈ ചോദ്യം ആദ്യമേ പറയേണ്ടതായിരുന്നു. ഇപ്പം 10:37 ഞാൻ കഴിഞ്ഞതിലും ഞാൻ പറഞ്ഞു അല്ല, അപ്പോഴിപ്പോഴും ഇന്ന് ചർച്ചയ്ക്ക് സമയം തന്നപ്പോ തുടക്കത്തിൽ നമുക്ക് അടുത്ത ദിവസം ഒരു ഡിസ്കഷൻ ആവാം. ചർച്ച മാറിപ്പോയില്ലേ വിഷയം ഒരുപാട് സമയം വേണ്ട വിഷയമാണ് ഇപ്പൊ ലാസ്റ്റ് കൊണ്ടുവന്ന് പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് ഒരു ദിവസം കൂടെ വെക്കാം. കഴിഞ്ഞ തവണ ഞാനിത് ചോദിച്ചു, ഇപ്പൊ വിഷയം മാറിപ്പോയി. ഞാൻ പറയാം, തുടക്കത്തിലേ ചോദിക്കാമായിരുന്നു. ഞാൻ പറയട്ടെ,
പറയൂ ശരി മാഡം. മാഡം. മാഡം അതായത് എന്റെ എന്താണ് അടുത്ത് അമ്പാടി മാഡത്തിന് പറയാനുള്ളത്? അത് കഴിഞ്ഞ് ഇന്നത്തെ പ്രോഗ്രാമിന് നന്ദി കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. പിന്നെ എന്റെ അടുത്ത് ഇൻഫെർട്ടിലിറ്റിക്ക് പിള്ളേർ വരുമ്പോഴ് ഞാൻ അവരോട് രണ്ടുപേരും കൂടി ഇരുന്ന് ചോദിക്കും, അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ചോദിക്കും. ഇവർക്ക് എല്ലാം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കുള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാല്, ഒന്ന് അവര് പറയണത് അവർക്ക് പഠിച്ച് ജോലി കിട്ടണം. പിന്നെ രണ്ടാമത് അഥവാ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു 6 അക്കം സംഘമുള്ള ഇതുള്ള ഒരു തുക ബാങ്കിൽ ഉണ്ടാവണം. അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് ഹസ്ബൻഡിന്റെ ഒപ്പം നിൽക്കാനാ. അതിനൊപ്പം അവരെന്ത് പറഞ്ഞാൽ എനിക്ക് ഈക്വൽ റൈറ്റ് ഉണ്ടെന്ന് കാണിക്കാനാന്ന്. ഞാൻ പറഞ്ഞു മോളെ നിങ്ങൾ ഈക്വൽ റൈറ്റ് ഉണ്ട് ഒക്കെ ശരിയാ, പക്ഷെ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത് തന്നെ സ്ത്രീയുടെ ശരീരഘടന ഒരു പ്രത്യേക രീതിയിലും പുരുഷന്റെ ശരീരഘടന വേറെ രീതിയിലുമാണ്. പുരുഷന് സ്ത്രീയെ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്. നമുക്ക് ആ ഒരു കഴിവുകേട് നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. പിന്നെ രണ്ടാമത് ഇനി ഒന്ന്, ഏത് ജീവിയിലാണെങ്കിലും പുരുഷനാണ് ഈ ഇതില് ശക്തിയുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യനും. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഇത്. നമ്മൾ ആ രക്ഷയിൽ നമ്മൾക്കും ആ ഫീലിംഗ് ഉണ്ടാവണം. ഐ ആം സേഫ് അണ്ടർ ഹിം എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇതും നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ രണ്ടാമത് ഇനി ഒരു കറക്റ്റ് ആണത്. കറക്റ്റ് അല്ല. ഇനിയൊരു കാര്യം കറക്റ്റ് അല്ല. അമ്പാടി അമ്മ ഒരു കാര്യം ചെയ്യണം. ഇനിയൊരു കാര്യം ഞാൻ പറയട്ടെ. ഇനിയൊരു കാര്യം കൂടി ഞാൻ പരിപാടിക്ക് പറഞ്ഞോട്ടെ. നന്ദി കൂടി അതായത് പറയണം. ഒരു നൂറ്റാണ്ടിന് ഒരു കാര്യം, മുമ്പുള്ള ഒരു പോയിന്റ് കാര്യങ്ങളാണ്. കൂടി. അല്ല ഡോക്ടറെ, ഒരു മിനിറ്റ്. അമ്പാടി ഡോക്ടർ ഒന്ന് പറഞ്ഞു തീർന്നോട്ടെ. അല്ല പറഞ്ഞു തീർക്കാൻ ഒരു മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്ദി പറയാം. തീർച്ചയായിട്ടും ഇതിന് ചർച്ച ഇനി നമുക്ക് ഒരു ചർച്ചയും കൂടെ വെക്കാം. നമുക്ക് ചർച്ച ഇനിയും വെക്കാം. പിന്നെ ഞാൻ ഇനിയൊരു കാര്യം ചോദിക്കും. മോളെ, നിങ്ങൾ ഇത് പറയുന്നല്ലോ, ഏത് പുരുഷനായാലും സ്ത്രീ ആയാലും ക്രീച്ചർ, മൂവബിൾ ഓർ അൺമൂവബിൾ ക്രീച്ചേഴ്സിന് മുഴുവനുള്ള 3 ഇൻസ്റ്റിങ്സ് ആണ്. ഒന്ന് ഗ്രോത്ത്, അവരുടെ ഗ്രോത്ത്. 2 റിപ്രൊഡക്ഷൻ. 3 ഡിസ്ട്രക്ഷൻ. സെക്കൻഡ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് നമ്മുടെ റിപ്രൊഡക്ഷൻ. ഈ റിപ്രൊഡക്ഷൻ എന്തുകൊണ്ട് സ്ത്രീക്ക് മാത്രമായിട്ട്, ഒരു പുരുഷനും സ്ത്രീയും കൂടി എന്ത് ഇത് ചെയ്താലും ഗർഭം ധരിക്കുന്നത് പെൺകുട്ടി തന്നെയാണ്, അല്ലേ? അപ്പൊ അതിന് ദൈവം ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അല്ലാതെ പുരുഷനും കൂടി ഗർഭം ധരിക്കാനുള്ള ഒരു മാറി കിട്ടിയാലോ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ അതാ ഞാൻ പറയുന്നത്. അത് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, നമുക്ക് ദൈവം തന്ന അനുഗ്രഹമാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് ആ പ്രസവം, ഗർഭധാരണത്തിനും പ്രസവിക്കാനുള്ള വേദന സഹിക്കാനുള്ള ശക്തിയൊക്കെയാണ് നമുക്ക് തന്നേക്കുന്നത്. അതേ സമയത്ത് മെന്റൽ പവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഫിസിക്കൽ പവർ പുരുഷന് തന്നെയാണ് എന്ന് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പറഞ്ഞു കൊടുത്ത് അവരെ ചെയ്യും. അങ്ങനെ കുറെ പിള്ളേർ എനിക്കുണ്ടായിട്ടുണ്ട്. അവര് അത് കേട്ട് അനുസരിച്ച് അതുപോലെ നിന്ന് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഷാജി നല്ല ഒരു ഇതായിരുന്നു. വളരെ എനിക്കിപ്പോ ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് വളരെ കേട്ടുവെച്ചാൽ ഞങ്ങളൊക്കെ ഒരുമാതിരി ഇങ്ങനെ ഈ പുരുഷ മേധാവിത്വം, എന്റെ അനിയൻ വന്നാൽ പോലും ഞങ്ങളെല്ലാവരും ഒരു മുൻവശത്തിരിക്കുമ്പോ എന്നെക്കാട്ടിലും 2 വയസ്സിന് ഇടയതാണ് എന്റെ അനിയൻ. അവൻ വന്നാൽ പോലും ഞങ്ങളെ ഒന്നും അനങ്ങിയില്ലെങ്കിൽ അവൻ അങ്ങോട്ട് ഉള്ളിൽ പോയി കഴിഞ്ഞപ്പോ എന്റെ അമ്മ പറയും, അതെ ആൺകുട്ടിയാണ് വന്നേട്ടോ എന്ന് പറയും. അപ്പൊ അങ്ങനെ ആ ഒരു ഇത്, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നിരിക്കുന്നത്. ഇന്നും അങ്ങനെയാണ്. പക്ഷേ ഡോക്ടറുടെ ഈ ഒബ്സർവേഷനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കത്തില്ല കേട്ടോ. പൂർണ്ണമായിട്ട് ദയവായി ഒന്ന് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുമോ? യോജിപ്പ് ഒരുപാട് പേർക്ക് വിയോജിപ്പുണ്ട്. ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള കാര്യമാണ് ഇപ്പൊ പറയുന്നത്. നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. നല്ലൊരു ടോപ്പിക്കാണ്. വളരെ ഇത് നമ്മുടെ സമൂഹത്തില് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇത് നമ്മുടെ അർത്ഥനാരീശ്വര സങ്കല്പം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയണ സ്ത്രീ പുരുഷനേക്കാൾ താഴെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം കൂടി നമുക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്കും ചിലപ്പോ അമ്പാടിയമ്മ ഇത് പറഞ്ഞെങ്കിലും വേറെ സ്ത്രീകൾ ചിലപ്പോൾ വേറെ മറുപക്ഷം ഉണ്ടാവാം.
തീർച്ചയായിട്ടും നമുക്ക് അല്ല, തീർച്ചയായിട്ടും നമുക്ക് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. കാരണം ഇത് ഞാൻ ആരെയും തോൽപ്പിക്കാൻ പറയുന്നതല്ല. എൻ്റെ മനസാക്ഷി അനുസരിച്ച് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പറയുന്നത് തന്നെയാണ്. അത് അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. അതുപോലെ തന്നെ അറിയാനും എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിൻ്റെ ഇപ്പൊ ദേവൻ ഡോക്ടറോടൊക്കെ സംവാദിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ദേവൻ ഡോക്ടറുടെ കാരണം എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പഠിച്ച് കാര്യങ്ങൾ പറയും. അപ്പൊ അത് അങ്ങനെ ആരും സമൂഹത്തിൽ കാണിക്കുന്നില്ല. എല്ലാവരും ഒടുക്കം രണ്ടു വശവും മട്ടിലങ്ങ് നമുക്ക് പോവുകയാണ്. അത് ഓക്കെ തന്നെ. അപ്പൊ എനിക്ക് ദേവൻ ഡോക്ടറുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ ദേവൻ ഡോക്ടർ ജസ്റ്റ് ഒരു സജഷൻ ഞാൻ പറയുകയാണ്. ഞാൻ പറയുന്ന മറുപടി എൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ അതിൻ്റെ അകത്ത് സെൻസിറ്റീവ് ആകരുതെന്നൊരു ചെറിയ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ദേവൻ ഡോക്ടർ വളരെ പ്രിയപ്പെട്ട ആളാണ്. ഓക്കെ അത് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ചർച്ച സെൻസിറ്റിവിറ്റി അല്ലല്ലോ. ആരും മനസ്സിലൊന്നും വെക്കരുത്. എല്ലാം അത് തന്നെ ആരോഗ്യകരമായ ചർച്ചയാവണം. മനസ്സിലെന്തെങ്കിലും വെക്കുന്നത് ആയിട്ടുള്ള ചർച്ചയല്ല. ആ അത് തന്നെ തീർച്ചയായിട്ടും. അത് തന്നെ. അപ്പൊ അപ്പൊ അതുകൊണ്ട് ദേവൻ ഡോക്ടറുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഹരിഹരൻ തീർച്ചയായിട്ടും സാറിന്റെ മനസ്സിൽ എന്താണ് അടുത്ത ഇനി ഇത്തിരി പുതിയ തലമുറക്കാരെ ആരും മുമ്പോട്ട് വരുന്നില്ല. അതിൽ കുറച്ച് നിരാശയുണ്ട്. എന്തായാലും ഇല്ല, അടുത്ത നമുക്ക് ചർച്ചയിൽ ഡിസ്കസ് എല്ലാവരും ചെയ്യപ്പെടേണ്ടതാണ്. സജീവമായി മുമ്പോട്ട് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഷാജി കുടിയാട്ട് ഡോക്ടർക്കും ഇന്ന് പങ്കെടുത്ത അമ്പാടിയമ്മ, ദേവൻ ഡോക്ടർ, ഹരിഹരൻ സാറ്, അതുപോലെ എല്ലാ ഡോക്ടേഴ്സിനും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷനോട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.